السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ, എനിക്ക് മുമ്പ് ഇവിടെ പ്രഭാഷണം നിർവഹിച്ച പ്രിയ സുഹൃത്ത് റഷീദ് കുട്ടമ്പൂർ, ജമാൽ ചെറുവാടി, കബീർക്ക, വേദിയിലുള്ള മറ്റു സംഘടനാ സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കാരണവന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഈ കൊടിയത്തൂരിലെ ഈ പ്രഭാഷണത്തിൻ്റെ പരിധിയിൽ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഓൺലൈനിലൂടെ തത്സമയം ഈ പ്രോഗ്രാമിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സഹൃദയരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു സമയത്തിലും സന്ദർഭത്തിലും നമുക്കിവിടെ ഒരുമിച്ച് ചേരാനുള്ളൊരു തൗഫീക്ക് അൽഹംദുലില്ലാ ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, തൊട്ട് മുമ്പ് ഞാൻ ഈ പ്രഭാഷണത്തിന് നിർവഹിക്കുന്നതിന് മുമ്പ് ഇവിടെ നടന്ന ഒരു ചടങ്ങ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. രണ്ട് കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, ഈ കൊടിയത്തൂരിൽ വിദ്യാഭ്യാസപരമായി വളരെ പ്രബുദ്ധതയുള്ള ഒരു നാടാണ് എന്ന് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയായി പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അറിയാറുള്ളത്. ആ ഒരു കാര്യം ഇവിടെ വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് കാണാൻ സാധിക്കുന്നു എന്നത് ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉന്നതമായി വിജയം നേടി വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവർക്കുള്ള ഉപഹാരങ്ങളാണ് ഇവിടെ നൽകിയത്. ഒന്ന്, അത് പഠിച്ചു വളരുന്നു എന്നത്, അതോടൊപ്പം ആ പഠിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനസ്സ് ഇവിടെയുള്ള സംഘാടകർക്കും നമ്മുടെ പ്രവർത്തകർക്കും ഉണ്ടാകുന്നു. ഇതുപോലെയുള്ള ഒരു വേദി സംഘടിപ്പിക്കുമ്പോൾ അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്ന് തോന്നുക എന്നതും അത് നൽകുക എന്നതുമൊക്കെ നല്ല ദീർഘവീക്ഷണമുള്ള ഒരു സമൂഹത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. അപ്പോൾ ആ ഒരു വഴിയിൽ ഇവിടെയുള്ള പ്രവർത്തകന്മാർ സഞ്ചരിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഹാഫിള് മുസ്ലിഹ്, അദ്ദേഹത്തിന് CA ഫൈനൽ എക്സാമിൻ്റെ ആദ്യ അവസരത്തിൽ തന്നെ അത് ക്ലിയർ ചെയ്ത ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. നമ്മുടെ സജീവ പ്രവർത്തകനാണ്. അതിൽ വലിയ സന്തോഷം തോന്നി അദ്ദേഹത്തോട് സംസാരിച്ചു. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് ഹാഫിള് എന്ന ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ പേരിന് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വേഗത്തിൽ കടന്നു പോകുവാനും കഴിയുന്നുണ്ട്. ഇതൊരു വലിയ സന്ദേശമാണ്. നമ്മുടെ കൂടി എല്ലാവർക്കുള്ളൊരു സന്ദേശമാണ്.
പൊതുവെ ആളുകൾക്കൊരു ധാരണയുള്ളത് ഖുർആൻ പഠിപ്പിക്കാൻ വിടുക, മതം പഠിപ്പിക്കാൻ വിടുക എന്ന് പറഞ്ഞാൽ അത് വേറൊന്നിനും പറ്റാത്തവനെയാണ് അതിന് പറഞ്ഞയക്കേണ്ടത് എന്നുള്ളൊരു ധാരണയാണ്. നേരെ തിരിച്ചുമുണ്ട്. ഇതിന് കഴിവുള്ള കുട്ടികളെ ഇതിന് പറഞ്ഞയക്കുകയാണെങ്കിൽ ഇവൻ വേറൊന്നും പഠിക്കേണ്ടതില്ല എന്ന നിലക്കുണ്ടാവാറുണ്ട്. ഇതങ്ങനെയല്ല. ഇത് രണ്ടും, ഈ ഒരു വിശുദ്ധ ഖുർആന്റെ പഠനവും അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും സമഞ്ജസമായി സമ്മേളിപ്പിച്ചു കൊണ്ടുപോകുന്നു എന്നത് ഒരു മാതൃകാപരമായ കാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആ ഹിഫ്ള് നിലനിർത്താനും ഈ ദീനീ രംഗത്ത് മുന്നേറാനും ഉള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിയാരകത്ത് വീട്ടിൽ ആയിഷ ജിനാൻ അവരും തന്നെ ഈ CA ക്ലിയർ ചെയ്തു. അവർക്ക് വേണ്ടി അവരുടെ രക്ഷിതാവ് അതിൻ്റെ ഉപഹാരം ഏറ്റുവാങ്ങുകയുണ്ടായി. ആ കുടുംബത്തിനും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മളെ സർഗവസന്തത്തിൽ ഇനി വളർന്നു വരുന്ന നമ്മളെ കുരുന്നുകളാണ് ഇവിടെ പ്രഭാഷണത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് സമ്മാനങ്ങൾ വാങ്ങിയത്. ആ കുട്ടികളൊക്കെ സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളായി വളരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ വളരെ വലിയൊരു സന്തോഷമുള്ളത് ഇവിടെ അതൊരു അത്യപൂർവമായ കേസാണ്. ജസീലും അദ്ദേഹത്തിൻ്റെ വൈഫ് റജുവയുമാണ് PSC ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയത്. അത് ഒരു ഭാര്യക്കും ഭർത്താവിനും ഇതുപോലെ PSC ഒരുമിച്ച് ലഭിക്കുക എന്നത് തന്നെ അത്യപൂർവമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വാർത്തയാകേണ്ട വിഷയമാണ്, ശരിക്കും പത്രത്തിലേക്ക് വരേണ്ട വിഷയമാണ്. പിന്നെ മറ്റൊന്ന്, രണ്ടുപേരും നമ്മുടെ സംസ്ഥാന സാരഥികളാണ് എന്നാണ്. ജസീല് നമ്മുടെ സ്റ്റുഡൻസ് വിങ്ങിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. എന്നാൽ അവൻ്റെ ഭാര്യയാകട്ടെ നമ്മുടെ ഗേൾസ് വിങ്ങിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സംസ്ഥാന തലത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഉന്നതമായി ഈ രംഗത്ത് മാർക്ക് വാങ്ങാൻ കഴിയുന്നുവെന്നതും വലിയ ഒരു സന്ദേശം നൽകുന്നുണ്ട്. പൊതുവെ മാർച്ച് മാസത്തിലേക്കാണല്ലോ നമ്മൾ പ്രവേശിക്കുന്നത്. കുട്ടികൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഒരു പ്രോഗ്രാമിന് നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷിതാക്കൾ അടക്കം വയലൻ്റ് ആകുന്നൊരു കാലമാണ്. അവൻ ആ പരിപാടിക്കൊക്കെ വന്നാൽ അവൻ്റെ പരീക്ഷ ആകെ പ്രശ്നമാവും, അവൻ പരീക്ഷയ്ക്ക് തോറ്റുപോകും. അതുകൊണ്ട് അവന് വരാൻ കഴിയില്ല, അവന് ട്യൂഷനാണ്, അവന് എക്സാമാണ്. അങ്ങനെ ഏത് സമയത്ത് നോക്കിയാലും അവർക്ക് പതറാൻ കഴിയാത്ത രീതിയിലാണ് കുട്ടികളുടെ ഒരു ഇപ്പോഴത്തെ വിദ്യാഭ്യാസ അവസ്ഥ. എന്നാൽ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ദീനീ രംഗത്ത് എവിടെയും ചെറിയ സ്ഥാനത്തല്ല, ഏറ്റവും ഉയരത്തുള്ള സ്ഥാനത്ത് നന്നായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വിജയം നേടുവാൻ, പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടുവാൻ മാത്രമല്ല അങ്ങനെ ഒരു ജോലിയിൽ തന്നെ പ്രവേശിക്കാൻ കഴിയുമെന്നത് ഒരു ഉട്ടോപ്പിയല്ല. അത് നമ്മുടെ ഈ പ്രബോധന പ്രസ്ഥാനത്തിൻ്റെ ഒരു ലെഗസിയാണത്. ഇതിൻ്റെ ചരിത്രം പിന്നോട്ട് പോയാൽ, പ്രഷീദ് അവിടെ കുട്ടമ്പൂരോടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇതിൻ്റെ വിദ്യാർത്ഥി, അതുപോലെ ജമാലിന് ഓർമ്മയുണ്ടാവും. നമ്മളെ ഏതൊരു സുഹൃത്തുക്കൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം നമ്മുടെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പിലുള്ള കാലത്ത് തന്നെയാണ് അദ്ദേഹത്തിന് അഫ്ദലുൽ ഉലമയിൽ 1ാം റാങ്ക് ലഭിക്കുന്നത്. അതുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് എടുത്ത് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മൾ കുട്ടികളെ മതരംഗത്തേക്ക് വിട്ടു എന്നതുകൊണ്ട് അവർക്ക് അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരു പ്രശ്നം വരും എന്ന ഒരു ഭീതി, ഒരാധി ആർക്കും ഉണ്ടാകേണ്ടതില്ല. അതിന് ഹൈറും ബർക്കത്തും പടച്ചോൻ കൊടുക്കുകയേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ രംഗത്ത് നന്നായിട്ടാണ് പഠിച്ച് ഉഷാറായിട്ടാണ് പോകും, പിന്നെ അവരെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ലഭിച്ചു കൊള്ളണം എന്നില്ല. ചില കോളേജുകളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോയി ആക്കി 4-5 വർഷം കഴിഞ്ഞ് പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ വല്ല മൃഗശാലയിൽ നിന്ന് ഒരു സിംഹത്തെയൊക്കെ കയറിട്ട് കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവരണം. ആ രൂപത്തിലേക്ക് സ്വഭാവം മാറിയിട്ടുണ്ടാവും, അവൻ്റെ വേഷം മാറിയിട്ടുണ്ടാവും, അവൻ്റെ ഹെയർ സ്റ്റൈൽ മാറിയിട്ടുണ്ടാവും, അവന് ആരെയും കണ്ടാൽ മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ ഒരു സ്വഭാവത്തിലാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇങ്ങനെ ഒരു രീതി, ഇത് അൽഹംദുലില്ലാ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു സംഗതി തന്നെയാണ്. അതോടൊപ്പം നമുക്കറിയാം, നമുക്ക് ഈ സമയത്ത് ഓർത്തു പോകേണ്ട മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഈ കൊടിയത്തൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആരംഭം കുറിക്കുന്ന ഒരു കാലം. ആ കാലത്ത് അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അധ്വാനിച്ച ആളുകൾ എന്നും സ്മരിക്കപ്പെടേണ്ട ആളുകളാണ്. നമ്മുടെ PM സലാം സാഹിബ് ഓർമ്മയുണ്ടാകും. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിട്ട് പിരിഞ്ഞ ഒരു വ്യക്തിത്വമാണ്.
അവരുടെയൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇങ്ങനെയുള്ള ഒരു ഒരുമിച്ച് കൂടൽ, ഇത്രയും ബൃഹത്തായ ഒരു സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂടി ഇന്ന് ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. ഇന്ന് നടക്കുന്ന എല്ലാ നന്മകളുടെയും ഒരു പങ്ക് അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ജമാലിനോട് ചോദിക്കുകയായിരുന്നു, നമ്മുടെ മാവൂരിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രസിഡന്റ്, ആ പള്ളി ഉണ്ടാക്കാൻ കാരണക്കാരനും കൂടിയായ നമ്മുടെ അബ്ദുറഹ്മാൻ മാവൂരിൽ അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹവും ഈ അടുത്താണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയത്. അള്ളാഹു അദ്ദേഹത്തിന് ഖബറിടം വിശാലമാക്കുമാറാകട്ടെ, പാവങ്ങൾക്ക് പുറത്ത് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ നമുക്ക് ഇവിടെ പേര് പറയപ്പെട്ടതും അല്ലാത്തതുമായ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധത്തിലുമൊക്കെ പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു എല്ലാ നിലക്കുമുള്ള ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ വളരെ സന്തോഷം നൽകുന്ന കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ തസ്ഫിയ എന്നാണ്. ഇതൊരൊറ്റപ്പെട്ട പ്രോഗ്രാം അല്ല. ഞാനും എൻ്റെ സുഹൃത്തും ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് മഞ്ചേരി അങ്ങാടിയിൽ നല്ല തിരക്കുണ്ട്. അതിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പീസ് റേഡിയോയുടെ ഒരു അനൗൺസ്മെൻറ്റ് വളരെ വശ്യമായ രീതിയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് അവൻ ചോദിച്ചാൽ, ഇവിടെ നമ്മളൊരു അനൗൺസ്മെൻ്റ് ആണല്ലോ കേൾക്കുന്നത്, ഇവിടെ നിന്നാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സൂക്ഷ്മമായി ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ നോക്കുമ്പോൾ വളരെ ഇതേപോലെ വളരെ വിശാലമായ രീതിയിൽ അവിടെ ടൗണിൽ തന്നെ ഈ ബാനർ വെച്ചതുപോലെ തന്നെ തസ്ഫിയ ആദർശ സമ്മേളനം എന്ന പേരിലുള്ള പ്രോഗ്രാം അവിടെ നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി അവിടെ നടക്കുന്ന ശബ്ദങ്ങളാണ്, അനൗൺസ്മെൻറ്റുകളാണ് കേൾക്കാൻ കഴിഞ്ഞത്. അഥവാ ഞാൻ പറഞ്ഞത്, ഇത് ഒറ്റപ്പെട്ട കാര്യമല്ല, ഇതൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രബോധന പ്രവർത്തനമാണ്. നമ്മുടെ യുവാക്കൾ വളരെ ശക്തമായി, വിസ്ഡം യൂത്തിൻ്റെ യുവാക്കൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ ശക്തമായി പ്രബോധന രംഗത്ത് മുന്നേറുന്ന ഒരു പ്രവർത്തനമാണ് തസ്ഫിയ ആദർശ സമ്മേളനം. കാര്യമായിട്ടത് നടക്കുന്നത് ഇതുവരെ നമ്മുടെ ആദർശങ്ങൾ എത്തിയിട്ടില്ലാത്ത, തൗഹീദ് എത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ടും അതോടൊപ്പം ഇതുപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. ഏകദേശം ഒരു വലിയ അളവ് പ്രവർത്തനങ്ങൾ നടന്നു. ഇനിയും റമദാനിന് മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അത് ഇവിടെയും സജീവമായി സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അതിനോടൊപ്പം നിങ്ങൾ ചേർന്ന് നിന്നു എന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ന് കേരളത്തിൽ ആദർശ സമ്മേളനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് നമ്മൾ തുടങ്ങി വെച്ച ഫാമിലി കോൺഫറൻസുകൾ ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച കോട്ടയത്ത് നടക്കാൻ പോവുകയാണ്. തൊട്ടടുത്ത 2 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നടക്കുന്നു. അതോടുകൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും അത് പൂർത്തിയാകാൻ പോവുകയാണ്. അതുപോലെ നിരവധി പള്ളികൾ ഇന്ന് സംസ്ഥാന തലത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ 1-2 മാസമായിട്ട് നോക്കിയാൽ 5-8 പള്ളികൾ കേരളത്തിൻ്റെ പല ഭാഗത്തായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നിങ്ങൾക്കറിയാം. ലക്ഷദ്വീപിലടക്കം കിൽത്താൻ എന്ന് പറയുന്ന ദ്വീപിൽ ഈ അടുത്ത് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി പള്ളി ഉദ്ഘാടനം ചെയ്തു. ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കൊളത്തൂരിൽ ഇന്നലെ ഒരു പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി റമദാന് മുമ്പ് ഒരുപാട് പള്ളികൾ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. ഞാൻ പറയുന്നത്, പ്രബോധനം നടക്കുന്നുവെന്ന് മാത്രമല്ല, അവിടങ്ങളിൽ ആളുകൾ വന്ന് കേൾക്കുന്നുവെന്ന് മാത്രമല്ല, അവർ കാശ് മുടക്കി ഭൂമി വാങ്ങുന്നുവെന്ന് മാത്രമല്ല, അവിടെ അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുവാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇതിൻ്റെ ഒരു വളർച്ചയുടെ പടവുകളാണ് നമ്മെ എടുത്തു കാണിക്കുന്നത്. അള്ളാഹു അതൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ജാമിയ അൽ ഹിന്ദിൻ്റെ വാർഷിക സമ്മേളനം വളരെ ഗംഭീരമായി തന്നെ പാണക്കാടുള്ള ലേഡീസ് ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. നിങ്ങളൊക്കെ പല ആളുകളും അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. ഒരു സ്വപ്നത്തിലെന്ന പോലെ നമ്മുടെ ഈ സ്ഥാപനങ്ങൾ വളർന്ന് വികസിച്ച് വന്നു എന്നത് ചെറിയ കാര്യമല്ല. ഇങ്ങനെ വളരെ സജീവമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കൊടിയത്തൂർ പ്രദേശവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അള്ളാഹു ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈ കൊടിയത്തൂർ പ്രദേശം എന്ന ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അപരനാമമാണിത് എന്നാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ 989 എന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം ലോകത്തിൻ്റെ ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട മുബാഹല നടന്ന ഒരു പ്രദേശമാണ് കൊടിയത്തൂർ എന്ന് പറയുമ്പോൾ. അതാണ് പൊതുവെ ഞങ്ങൾക്കൊക്കെ ദൂരെയുള്ള ആളുകൾക്കൊക്കെ വേഗം ഓർമ്മ വരാറുള്ള ഒരു വിഷയം. ഇവിടെ ശക്തമായി അതിനു വേണ്ടി ഇസ്ലാമിന് നേരെ വരുന്ന ഒരു വിമർശനം,
അത് കേട്ടു നിൽക്കാൻ കഴിയില്ല, അതിന് ഞങ്ങൾ പ്രതികരിച്ചിരിക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു ഇച്ഛാശക്തി, അതാണ് ഞാൻ പറഞ്ഞത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു അപരനാമം എന്ന് പറയാനുള്ള കാരണം. നമ്മുടെ ഉപ്പയെയോ ഉമ്മയെയോ നമ്മുടെ മക്കളെയോ ആരെങ്കിലും റോട്ടിൽ വെച്ച് വിമർശിച്ചാൽ നമുക്ക് എത്ര വിഷമമുണ്ടാവും, അവരെക്കുറിച്ച് ആരോപണം പറഞ്ഞാൽ എത്ര വിഷമമുണ്ടാവും. എന്നാൽ അതിലേറെ ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ മോശമായ കാര്യങ്ങൾ പറയുകയും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത് ഈ ലോകത്ത് തന്നെ രംഗത്ത് വന്നപ്പോൾ, നമുക്കറിയാം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിലാണ് അങ്ങനെ ഒരു മുബാഹലയിലേക്ക് ഈ നാട് നീങ്ങേണ്ടി വന്നത്. ലോകത്ത് ഉയർത്തി വെക്കപ്പെട്ട ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ മാത്രം ആത്മവിശ്വാസമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു നാടായിരുന്നു ഈ ഒരു കൊടിയത്തൂർ പ്രദേശം എന്നത് നിങ്ങൾക്ക് എന്നും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയും അതിൻ്റെ ചിഹ്നങ്ങളെയും ആരെങ്കിലും കളിയാക്കുമ്പോൾ അതിലൊരു വിഷമം തോന്നുകയും അതിനെ ബഹുമാനിക്കുകയും ആ ഒരു ഷിആറുകളെ ബഹുമാനിക്കാനും അതിനെ ആദരിക്കുവാനും അതിനെ സംരക്ഷിക്കുവാനുമുള്ള ഒരു മനസ്സുണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് നമ്മുടെ ഈമാനിന്റെ തഖ്വയുടെ ഒരു ലക്ഷണമാണ്. ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്നാണ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ, ആ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നു എന്നത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിലുള്ള തഖ്വയുടെ അടയാളമാകുന്നുവെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലെഗസി നമ്മുടെ ഈ കൊടിയത്തൂർ പ്രദേശത്തിന് ഉണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള ഒരു വിഷയം, നമ്മളൊന്നൊരു നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിച്ച് ചിന്തിക്കണം ഈ സമയത്ത് എന്നതാണ്. നമ്മൾ ഒരു ആത്മവിചാരണ ഈ ഘട്ടത്തിൽ നടത്തേണ്ടതുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമികമായ അത്രയും ഒരു ഈമാനികമായ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോൾ മുന്നോട്ടാണോ പോകുന്നത്, അതോ പിറകോട്ടാണോ പോകുന്നത്, അതോ നിശ്ചലമായി നിൽക്കുകയാണോ? ഇത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഇപ്പം നമ്മൾ ഈ വലിയ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ച് കുറെ പ്രസംഗിച്ച് അങ്ങ് പിരിഞ്ഞു പോവുക എന്നതല്ലല്ലോ വിഷയം. മറിച്ച് ഈ പ്രസംഗം വിജയിച്ചു, പരിപാടി വിജയിച്ചു എന്ന് പറയുന്നത് എപ്പോഴാ? ഇതിൽ കുറെ ആളുകൾ വന്നിരുന്നു എന്നതുകൊണ്ടായില്ല, ഇവിടെ കുറെ പ്രഭാഷണങ്ങൾ നടന്നു എന്നതുകൊണ്ടായില്ല, മറിച്ച് ഇതിനെക്കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ ആളുകൾ പറഞ്ഞു എന്നതുകൊണ്ടായില്ല. മറിച്ച് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലും നമ്മുടെ സമീപനങ്ങളിലും നിലപാടുകളിലും എന്തെങ്കിലും ഒരു പോസിറ്റീവായ മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ പ്രോഗ്രാമിന് വിജയമുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു വിചിന്തനം നടത്താൻ ഈ ഘട്ടം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. എന്തിനും ഒരു രുചിയുണ്ടല്ലോ, എന്തിനുമുണ്ടൊരു രുചി, അല്ലേ? അപ്പൊ നമുക്കറിയാം, നമ്മൾ ഡ്രസ്സ് വാങ്ങാറുണ്ട്. അത് കഴിഞ്ഞ പെരുന്നാക്കിലിട്ട ഡ്രസ്സ് ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും ചില ആളുകൾ ധരിച്ചിട്ടുണ്ടാകുക, പിന്നെ അത് ഇട്ടിട്ടുണ്ടാവില്ല. എൻ്റെ കാരണം എന്താ? അത് ധരിച്ചപ്പോൾ ഒന്നുകിൽ അത് തയ്ച്ചത് നന്നായില്ല, അല്ലെങ്കിൽ അതിൻ്റെ കളറ് പറ്റിയില്ല, എന്തോ ഒരു പ്രശ്നം നമ്മളെ മനസ്സ് കുടുങ്ങി. അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ധരിച്ച് പിന്നെ അത് അവിടെ വെച്ചിട്ടുണ്ടാവും. എന്നാൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഒരു ഷർട്ട് കുറച്ച് പഴകിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് നമ്മൾ പല സമയത്ത് എന്ത് ചെയ്യും, എടുത്ത് ഉപയോഗിക്കും. ചിലപ്പോൾ ഭാര്യനെ നമ്മളോട് പറയും, മനുഷ്യ എത്ര നല്ല ഡ്രസ്സ് ഉണ്ട്, എന്നിട്ട് ഇതാ പഴയതാടുന്നു ചോദിക്കും, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ആ പഴയ തന്നെ ഇടുന്നത്? അത് ശരീരത്തിന് ഇട്ടാൽ നമുക്ക് എന്തോ ഒരു റാഹത്താണ്. ഞാൻ പറഞ്ഞത് എന്തിലുമുണ്ട് ഒരു രുചി എന്നതാണ്. അത് വസ്ത്രത്തിലുണ്ട്, ഭക്ഷണത്തിലുണ്ട്, അല്ലേ? ഭക്ഷണം കഴിക്കുന്നതിൽ രുചിയുണ്ട്. നല്ലോണം വിശന്ന് വലഞ്ഞു വന്ന് ഉച്ചക്ക് നമ്മുടെ വീട്ടിൽ ഭാര്യ കുറച്ച് നല്ല മീൻ പൊരിച്ചതും നല്ല വെറുംചോറൊക്കെ ഉഷാറാക്കി ഉണ്ടാക്കി തന്നാൽ അത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു രസം ഉണ്ടാവും, അല്ലേ? എന്നാൽ പനിച്ച് കിടക്കണ സമയത്ത് കൊണ്ടുവരുന്നൊരു കഞ്ഞിയുണ്ട്, ഒരു ചമ്മന്തിയുണ്ട്, അത് കുടിക്കണൊരവസ്ഥ, അതങ്ങോട്ട് ഒരു ഗുളിക കുടിക്കണ്ടേ വിചാരിച്ചാണ്ട് നമ്മളെ ഇറക്കും, അല്ലേ? വല്ലാതെ നിർബന്ധിക്കുമ്പോൾ. അതായത് ഭക്ഷണത്തിന് രുചിയുണ്ട്, വസ്ത്രത്തിന് രുചിയുണ്ട്, അങ്ങനെ എല്ലാ ജോലിക്ക് രുചിയുണ്ട്, ഇല്ലേ? ഇരിക്കുന്ന ആളുകളൊക്കെ ഓരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാകും. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് കാണുമ്പോൾ കുറെ ദിവസമായിട്ട് കണ്ടിട്ട് ഒന്ന് സംസാരിക്കുമ്പോൾ എന്താ വർത്താനം? അൽഹംദുലില്ലാഹ് റാഹത്താണ്. ജോലിയൊക്കെ ഉണ്ട്, ശമ്പളമുണ്ട്, പക്ഷെ ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ഇനി അതിലേറെ ഒരു 2,000-3,000 റുപ്യ കുറഞ്ഞാലും വേണ്ടില്ല, വേറൊരു ജോലി കിട്ടി അതിന് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർ പറഞ്ഞിട്ടില്ല, നിങ്ങൾ
എന്തുകൊണ്ടാ അറിയോ? ആ ജോലിയിൽ ഒരു അവനാനൊരു രുചി കിട്ടണില്ല, ഒരു സമാധാനം കിട്ടണില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ ദീനിനുമുണ്ട് ഒരു രുചി, നമ്മുടെ ഈമാനിനുമുണ്ട് ഒരു രുചി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ രുചി ആർക്കാണ് ഉണ്ടാകുക? ഈമാനിന്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു ആര്? മൻ റദിയ ബില്ലാഹി റബ്ബഹ വബിൽ ഇസ്ലാമി ദീനഹ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. അഥവാ ഒരുത്തനാണവർ റദിയ ബില്ലാഹി റബ്ബഹ, അല്ലാഹുവിനെ റബ്ബായി കൊണ്ട് അംഗീകരിച്ചിരിക്കുന്നു എന്നല്ല, അല്ലാഹുവിനെ റബ്ബായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലാഹുവിനെ റബ്ബായി കൊണ്ട് ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവൻ. വബിൽ ഇസ്ലാമി ദീനഹ, ഈ മതം ഇസ്ലാമിന്റെ ദീനാണ് എന്നതെനിക്ക് തൃപ്തിയാണ്, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ് എന്നതെനിക്ക് തൃപ്തിയാണ്. അങ്ങനെ തൃപ്തിപ്പെട്ട് അതിന്റെ രുചി ആസ്വദിച്ചുകൊണ്ട് അതിന്റെ ഹലാവത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാകുന്നു ഈമാനിന്റെ രുചിയുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ ആലോചിക്കേണ്ടത് മറ്റൊരാളെ കുറിച്ചല്ല. ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്നെക്കുറിച്ചും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കുറിച്ചുമാണ് ആലോചിക്കേണ്ടത്. ഈ രുചിയോടുകൂടിയാണോ ഇപ്പൊ ദീന് നമ്മൾ കൊണ്ട് നടക്കുന്നത്? അതാണ് നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യം. ഇന്ന് 2-3 കാലാവസ്ഥകൾ ഈ ദീനി മേഖലയിൽ ഞങ്ങളൊക്കെ പല സ്ഥലത്തും യാത്ര ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇതിലേത് കാലാവസ്ഥയാണ് നമുക്കുള്ളത്, നമ്മുടെ നാട്ടിലുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എനിക്കതറിയില്ല. ഞാൻ ഇടക്ക് വരുന്ന സ്ഥലമാണ് ഇവിടെ. ഒരു കാലാവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, ഇതുപോലുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, അതുപോലെ പള്ളിയിൽ നിന്ന് ഹയ്യാൽ സ്വലാത്ത് ഹയ്യാൽ ഫലാ എന്ന് ബാങ്ക് വിളിച്ചു, അങ്ങനെ ദീനിയായ ഓരോ കാര്യങ്ങൾ വന്നു. അങ്ങനെ വരുമ്പോ അത് കേൾക്കുമ്പോ തന്നെ വല്ലാത്തൊരിഷ്ടം, ബാങ്ക് കേൾക്കുമ്പോ തന്നെ അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്തു, ഇനി പള്ളിയിൽ പോണല്ലോ എന്നുള്ള ഒരു ചിന്ത. അതുപോലെ തന്നെ നന്മ എവിടെയൊക്കെ ഒരു പള്ളിയുടെ പിരിവ് വരികയാണ്, ഒരു മദ്രസയുടെ പിരിവ് വരികയാണ്, അൽഹംദുലില്ലാ എന്നെ കൊണ്ട് കൈയെഴുതി ഞാൻ ചെയ്യാം. അതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ട്, എവിടെയാണ്, എന്നാണ്, ഞാനുണ്ടാവും, എന്റെ കുടുംബം ഉണ്ടാവും. ഇങ്ങനെ ഒരു വലിയ ആവേശത്തോടുകൂടി ഈ ദീനിനോടൊപ്പം നെഞ്ചോട് ചേർത്ത് വെച്ച് ഇതിനോടൊപ്പം യാത്ര ചെയ്യുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഇതാണ് ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. മറ്റൊന്നെന്താ അറിയോ? വേറൊരു കാലാവസ്ഥ എന്ന് പറയുന്നത്, പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പോയി പറഞ്ഞാല് ഇൻഷാ അല്ലാഹ്, പിന്നെ ഒന്നും കൂടിയൊക്കെ വിളിച്ച് വേറൊരാളും ഒന്നും കൂടിയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാൽ, അങ്ങനെ കുറച്ച് ഉന്തി തള്ളിയാലൊക്കെ എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾക്കൊക്കെ സഹകരിക്കുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അത് വേറെ കാലാവസ്ഥ. മൂന്നാമത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അവർക്ക് ഉന്തിയാലും തള്ളിയാലും ഒന്നും ഈ മേഖലയിലേക്ക് ചിന്തയേ വരാറില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ തോന്നലുകൾക്കൊപ്പമാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ചിന്ത എപ്പോഴും ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും. ഒരാള് എൻ്റെ അടുക്കൽ വന്നു, അദ്ദേഹത്തിന്റെ മകളുടെ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയം പറയാനാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറേ കാലമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോ കാണില്ലല്ലോ, ഇപ്പൊ ഈ കാര്യം പറയാൻ മാത്രമാണല്ലോ ഇപ്പൊ നിങ്ങൾ വന്നത്, നിങ്ങളെ വെള്ളിയാഴ്ച പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എന്താ ചെയ്യാ, നിങ്ങൾക്കൊക്കെ ഒരു ജോലിയില്ലേ, ഞാൻ തേങ്ങടാൻ പോകുന്ന ആളാണ്. അപ്പോൾ ചിലപ്പോൾ വെള്ളിയാഴ്ചയാവും തേങ്ങടാൻ ആൾ വിളിക്കുക. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ പോവും, അപ്പോൾ പള്ളിക്കൊക്കെ എത്താൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വെള്ളിയാഴ്ച. ഞാൻ പറഞ്ഞു അവനോട്, നിങ്ങളും പേരൊരു മുസ്ലിം ആണെങ്കിൽ ജുമേൻ്റെ നേരത്ത് തെങ്ങുമ്മ കയറുന്ന ഒരാൾ നിങ്ങളെ വിളിക്കൂല. ഞാൻ അങ്ങനെ വിളിച്ചിക്കണെങ്കിൽ എന്തോ തകരാറ് നിങ്ങൾക്ക് ഉണ്ട് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഈ ഭാഗത്തേക്ക് ചിന്തയില്ല, ഈ ദുനിയാവുമ കെട്ടിമറിഞ്ഞ് നടക്കണം. നാളെ UK നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. എന്താ എന്നെ വിളിച്ച ചോദ്യം എന്താണെന്നറിയോ? ഞാനിവിടെ ഒരു നെറ്റ്വർക്ക് കമ്പനിയിലാണ്, ഏകദേശം 1.5 മാസമായി ജോലി കയറിയിട്ട്. നല്ല ശമ്പളമൊക്കെ ഉണ്ട്, പക്ഷേ എത്രയോ 16-17 മണിക്കൂറൊക്കെ ജോലിയാണ്, തുടർച്ചയായിട്ട് ജോലിയാണ്. രാത്രി പിന്നെ വളരെ വൈകി പല ഷിഫ്റ്റുകളായിട്ടൊക്കെയാണ്. അതുകൊണ്ട് പലപ്പോഴും കൃത്യസമയത്ത് പോയി നിസ്കരിക്കാനൊന്നും ഇവിടെ കഴിയില്ല. അപ്പം ഞാനിപ്പോൾ ഏകദേശം 1 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണത് എന്താ വെച്ചാൽ, എപ്പോഴാണ് ജോലി കഴിയണമെന്ന് വെച്ചാൽ അപ്പോൾ പോയിട്ട് അന്നത്തെ എല്ലാ നിസ്കാരവും ഒന്നിച്ചാണ് നിസ്കരിക്കലാണ്. ഇപ്പോൾ 1 മാസമായിട്ട് പള്ളിക്കും ജുമയ്ക്കും പോകാൻ കഴിയില്ല, ഒന്നും ഇവിടെ ഇല്ലേനും. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു 1.5 മാസമായിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു മനസ്സിനൊരു അസ്വസ്ഥത. അപ്പോൾ ഇതിന് വല്ല തകരാറുണ്ടോ, ഇതിങ്ങനെ ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ, എന്താ ഇതിൻ്റെ മതവിധി എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇവന് അതിൻ്റെ വഴി കിട്ടിയാൽ അതങ്ങനെ ചിന്തിക്കും. അപ്പം ഞാനതിൻ്റെ വശം പറഞ്ഞു കൊടുക്കുമ്പോൾ അവനെ ആവശ്യം എന്താ വെച്ചാൽ അങ്ങനെ തന്നെ പോകാൻ വല്ല മതവിധിയും കിട്ടുമെന്നുള്ളതാണ്.
അതായത് പല ആൾക്കാരും ഊണും ഉറക്കും നിസ്കാരം ഒഴിവാക്കി കണ്ടിട്ടോ നിങ്ങളൊക്കെ ഞാൻ വളർത്തിക്കണേ അറിയില്ലേ. അതേപോലെ ഈ ദീനിയായ കാര്യത്തിൽ ഒരു ചിന്തയില്ലാതെ ഈ ദുനിയാവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുക. ഇതാണ് വേറെ ഒരു കാലാവസ്ഥ എന്ന് ഞാൻ പറയുന്നത്. സഹോദരങ്ങൾ, ഏത് വിഭാഗത്തിലാണ് നമ്മുടെ നാട് വിടുക, നമ്മളെ വീട് വിടുക, നമ്മൾ വിടുക? ഈ ചിന്തയാണ് ഈ സമയത്ത് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവുന്നത്. ചില വീട്ടിലൊക്കെ ഒരു വകുപ്പ് വിഭജിച്ച സ്വഭാവത്തിലാണ്. ഇപ്പോൾ ഒരാളിങ്ങനെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ പിന്നെ അവിടെ സിറ്റ് ഔട്ടിൽ പിന്നെ മകനിരിക്കുന്നുണ്ടാവും. എന്നിട്ട് വന്നിട്ട് ഇതൊരു വയലിൻ്റെ അല്ലെങ്കിൽ നോട്ടീസാണ് വരണം എന്ന് പറഞ്ഞു കൊടുത്താൽ മകനെ നീട്ടിയൊരു വിളിക്കും അടുക്കളയ്ക്ക്. ഉമ്മ, നിങ്ങൾ അന്വേഷിച്ച ഒരാൾ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ വയലിൻ്റെ നോട്ടീസ് ആർക്കുള്ളതാ? ഉമ്മക്കുള്ളതാണ്. എന്നാൽ ഉമ്മ അവിടെ മുറ്റടിക്കുന്ന സമയത്ത് വേറെ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ബൈക്കിലാണ് വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ നാസറിൽ ഇവിടെ എന്തേ അല്ല നാളെ ഇവിടെ ഒരു പിന്നെ DJ പാർട്ടി ഉണ്ട്, ഒരു പരിപാടി ഉണ്ട് ഇവിടെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണം. അപ്പോൾ ഉമ്മ അവിടുന്ന് ചൂല് ഇങ്ങനെ എടുത്ത് കൈ പിടിച്ചിട്ട് പറയും, നാസറെ എന്നെ അന്വേഷിച്ച് രണ്ടാളും നിങ്ങൾ ഇവിടെ. അപ്പോൾ അതിനുള്ള അപ്പോൾ നാസർ അതിനുള്ളത്, ഉമ്മ ഖുർആൻ ക്ലാസ്സിന് പോകാനുള്ളത്, പിന്നെ വാപ്പയാണെങ്കിൽ അതിൻ്റെ കുറച്ച് പൊളിറ്റിക്കൽ പരിപാടിക്ക് പോകുക. അങ്ങനെ എല്ലാ വിഭാഗത്തിനും പോകാൻ വീട്ടിൽ നിന്ന് ഓരോരുത്തർ തീരുമാനിച്ച് വെച്ചിരിക്കുക. ഞാൻ പറയുന്നത് മതം അനുവദിക്കുന്ന കാര്യങ്ങളിലൊക്കെ എല്ലാവരും വേണം, പക്ഷെ എല്ലാവർക്കും വേണ്ട കാര്യമാണ് ദീൻ എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും മരിച്ചു പോകണ്ടേ, എല്ലാവർക്കും ഖബർക്ക് പോകണ്ടേ. നേരത്തെ റഷീഖ് അവിടെ സൂചിപ്പിച്ചില്ലേ കാര്യങ്ങൾ. കാരണം മരണം എന്നുള്ളത് രാഷ്ട്രീയക്കാരനുണ്ട്, മരണമെന്നത് കുടുംബിനിക്കുണ്ട്, മരണമെന്നത് വിദ്യാർത്ഥിക്കുണ്ട്, മരണമെന്നത് വല്യമ്മക്കുണ്ട്, മരണമെന്നത് വല്യപ്പാക്കുണ്ട്. വീട്ടിലെ ഓരോ അംഗത്തെയും കാത്തിരിക്കുന്നതാണ് മരണം. ഏത് ഭൂമിയിൽ എവിടെ വെച്ച് മനുഷ്യൻ മരിക്കുമെന്ന് ഒരാത്മാവിനും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. എത്രയെത്ര മരണങ്ങളാ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ആ മരിച്ചതിന് ശേഷമുള്ള ആ ഖബറിലും പരലോകത്തുക്കുള്ള കാര്യം ഒരുക്കി വെക്കുക എന്നുള്ളത് എല്ലാവരുടെയും വിഷയമാണ്. അത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രായമുള്ള അമ്മക്ക് മാത്രമുള്ള വിഷയമല്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളെ വീട്ടിൽ എത്ര ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്, ചെറുപ്പക്കാരത്തിലുണ്ട്. ഞാൻ കൃത്യമായി സംസാരിക്കണത് എന്തിനറിയോ? ഈ കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പരിപാടിയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ആ കുറച്ച് മുതിർന്ന ആൾക്കാർ പോവുക, കുട്ടിയാക്കുന്നത് ബാധകമല്ല എന്നുള്ളതാണ്. ഈ പോക്ക് പോയാൽ എവിടേക്ക് എത്തും നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പൊ എന്താ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകണം അറിയോ? നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ ഏത് ലോകത്തുള്ളത്? പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ വൈകുന്നേരം വീട്ടിൽ എത്തിയാൽ 5 മണിക്ക് സ്കൂൾ വിട്ട് കോളേജ് വിട്ട് വീട്ടിൽ എത്തിയാൽ അൽഹംദുലില്ലാഹ് എൻ്റെ കുട്ടി വീട്ടിൽ എത്തി, ഒരു സന്തോഷവും ഒരു സമാധാനവും നിർഭയത്വം ഉണ്ടായിരുന്നു നമ്മളെ രക്ഷിതാക്കൾക്കൊക്കെ. ഇന്ന് 5 മണിക്ക് കുട്ടികൾ വീട്ടിൽ എത്തിയാലും സമാധാനമില്ല. അമേരിക്കയിൽ കുറച്ച് നേരത്തെ ഇറങ്ങിയ ഒരു പുസ്തകമാണെന്ത് അതർ പാരന്റ് എന്നുള്ളൊരു ബുക്കുണ്ട്. മറ്റൊരു രക്ഷിതാവ് എന്നാണ് അതിൻ്റെ പേര്. കുട്ടികൾക്ക് ഇന്ന് യഥാർത്ഥ രക്ഷിതാവിന്റെ കൂടാതെ മറ്റൊരു രക്ഷിതാവ് ഉണ്ടായിരിക്കുന്നു. ആ മറ്റൊരു രക്ഷിതാവിന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ കടിഞ്ഞാണിലാണ്, അവന്റെ റിമോട്ട് കൺട്രോളിലാണ് നമ്മുടെ ഇന്നത്തെ പുതുതലമുറ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ രക്ഷിതാവ് പറയുന്നതല്ല അവർക്ക് കേൾക്കേണ്ടത്. അവര് അത് ഏതാണ് അതൊരു പാരന്റ് എന്ന് പറയുന്നത്? അതാണ് മീഡിയ, അതാണ് സോഷ്യൽ മീഡിയ, അതാണ് ഇന്റർനെറ്റ്, അതാണ്. വീട്ടിലേക്ക് കയറി വന്നാലും ഇവര് വീട്ടിലല്ല ഉള്ളത്, നേരെ റൂമിൽ പോവും, വാലടക്കും, പിന്നെ ഫോൺ എടുക്കും, അതിലൂടെ കാണും. അവർക്ക് ബന്ധം ബോംബെയിലുള്ള ആളുമായിട്ടാണ്, UK-യിലുള്ള ആളുമായിട്ടാണ്, US-ലുള്ള ആളുമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ +2 പഠിക്കുന്ന 2-3 കുട്ടികളെ, യൂണിഫോം ഇട്ട 2-3 കുട്ടികളെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാട്ടുകാരൻ പിടിച്ചുകൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയത്. അവരെവിടെ പോകാൻ നിൽക്കുക എന്നറിയാം? കൊറിയയിലേക്ക് പോകാൻ നിൽക്കുക. +2 പഠിക്കുന്ന പെൺകുട്ടികൾ കൊറിയയിലേക്ക് പോകാൻ നിൽക്കുക. എങ്ങനെയാ കൊറിയയിലേക്ക് പോകാൻ അവർക്ക് തോന്നിയത്? എന്താ കൊറിയയിലുള്ളത്? കൊറിയയിൽ അവരുടെ ആരാണുള്ളത്? ജനിച്ചിട്ട് എയർപോർട്ട് പോലും കാണാത്ത കുട്ടികൾക്ക് വീട്ടിൽ പറയാതെ തങ്ങളുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ വിറ്റ കാശുമായി ഇങ്ങനെ പോകുവാനുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു? അതെ, അവർ പലപ്പോഴും ഈ യൂട്യൂബുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ കുട്ടിയെ കാണാല്ല എന്ന് പറയുന്നത്. ഇവിടെ കുട്ടി വളരെ ധൈര്യസമേതം വിളിച്ചിട്ട് പറയാം, ഞാൻ കർണാടകയിലുണ്ട്, ഞാൻ ബാംഗ്ലൂരിലുണ്ട്, എന്നെ കുറിച്ച് നിങ്ങളാരും ബേജാറാണ്, ഞാൻ എന്നെ പറ്റി അന്വേഷിച്ചു വരുന്നു വേണ്ട. എങ്ങനെ ബാംഗ്ലൂർക്ക്, നമ്മുടെ കുട്ടി ജില്ല വിട്ട് പോകാത്തൊരു കുട്ടിക്ക് എങ്ങനെ ബാംഗ്ലൂർക്ക് പോകാൻ പറ്റിയത്? അവിടെയാണ് ഇന്ന് തലമുറയുള്ളത്, അവിടെയാണ് നമ്മുടെ സമൂഹമുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റൊരു രക്ഷിതാവിന്റെ നിയന്ത്രണത്താലാണ് അവർ പോകുന്നത്. യഥാർത്ഥ രക്ഷിതാവിന് ഒരു റോളും ഇല്ല. ആ രക്ഷിതാവ് പറയുന്നത് കേട്ടുകൊണ്ട് പോവുകയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ തലമുറയുടെ അവസ്ഥ.
ഇതിനാണ് നമ്മൾ ലിബറലിസം നമ്മുടെ കുട്ടികളിലേക്ക് കടന്നു വരുന്നു എന്ന് പറയും. ഈ ലിബറലിസം കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരം അത് വേറെ ആരൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇനി എൻ്റെ കുട്ടികൾ എൻ്റെ കുടുംബത്തിന് ഒന്നും ബാധിക്കൂല എന്നുള്ളൊരു തോന്നലാണ്. ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. അവിടെ കുറേ ഉമ്മമാരും സഹോദരിമാരും ഉണ്ടല്ലോ. നമ്മളെ മക്കളെയൊക്കെ പല മക്കളെയും അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന മകളുണ്ടെങ്കിൽ, മോളെ എൻ്റെ ഡിഗ്രി ഏതായാലും ആയല്ലോ, എനിക്ക് നല്ലൊരു കല്യാണം വരുന്നുണ്ട്, അതൊന്നും ആലോചിച്ചാലോ എന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. അപ്പോൾ അവൾ പറയും അല്ലമ്മ ഡിഗ്രിയാണ് കഴിയട്ടെ അറിയും. അപ്പോൾ നമ്മൾ ഓക്കെ ഡിഗ്രി കഴിയട്ടെ. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചാൽ പറയുന്നത് അത് PG കൂടിയും കഴിയട്ടെ എന്ന് പറയും. PG കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എന്താ പറയുക? അപ്പോൾ പറയും ഇനി ട്രെയിനിങ് ഉണ്ട്, അതുകൂടിയും കഴിയട്ടെ അറിയും. ട്രെയിനിങ് കഴിഞ്ഞാലോ ഇനി സ്വന്തം കാലിൽ നിൽക്കാനൊരു ജോലി വേണം, ആ ജോലിയും കൂടിയും കിട്ടിയിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, കല്യാണം കഴിക്കുള്ളൂ അല്ലേ? ജോലി കിട്ടിയാലോ? ജോലി കിട്ടിയാൽ പറയണത് എന്താ അറിയോ? ഇനിയിപ്പോൾ കല്യാണം വേണമെന്ന് നീ അങ്ങനെ ആലോചിക്കണം. ഈ കല്യാണമൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് മാറാപ്പോണ് ഇപ്പോഴത്തെ കാലത്ത്. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ കുറച്ച് കടുപ്പിക്കും രക്ഷിതാക്കളെ. എത്ര കാലമായി ഞങ്ങളെ പറ്റിക്കണം എന്ന് ചോദിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെ എന്നെ പറ്റിക്കണ്ട, എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം ഞാനാ തീരുമാനിക്കുക, പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല. ഇത്ര കാലം വളർത്തി വലുതായി കൊണ്ടുവന്ന് മുഖത്ത് നോക്കി പറയാൻ ഒരു പ്രശ്നം കുട്ടിയേക്കില്ല. എവിടുന്ന് നമ്മളെ കുട്ടിയേക്ക് ഇത് കിട്ടിയത്? എവിടുന്നാണ് ചിന്ത കിട്ടിയത്? ഇത് ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല, ഇപ്പൊ അടുത്ത കാലത്ത് വന്ന പ്രവണതയാണിത്. പണ്ടൊക്കെ വിവാഹ സമയമായി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ചെറുപ്പക്കാരന് വരനൊരു ജോലിയാകട്ടെ എന്ന് പറയാം അല്ലേ? അവനൊരു ജോലിയായിട്ട് വേണം കെട്ടിക്കാനെന്ന് പറയാം. അപ്പൊ അങ്ങനെയല്ല, പെൺകുട്ടിക്ക് ജോലിയായിട്ട് വേണം. എന്താ സംഭവം എന്നറിയോ? ഇവരെ അവരുടെ മനസ്സിലൊരു ചിന്ത കുത്തിവെച്ചിട്ടുണ്ട്. എന്താണ് ആ ചിന്ത? കല്യാണം കഴിച്ചാൽ അവിടെ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകണമെങ്കിൽ, ഒന്നുകൂടെ പച്ചക്ക് പറഞ്ഞാൽ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തണമെങ്കിൽ നിനക്കൊരു ജോലി വേണം, സ്വന്തം കയ്യിൽ നിൽക്കാൻ കഴിയണം, വരുമാനം വേണം. ഇതാണ്. ഇത് ഇസ്ലാമിക കാഴ്ചപ്പാടാണോ? ഇസ്ലാമിൽ എന്താ പറഞ്ഞത്? റിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നല്ലേ. അതായത് നേതൃത്വം കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. എന്തുകൊണ്ടാ? അവരാണ് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടതും പണം ചെലവഴിക്കേണ്ടതും. ആ ഉത്തരവാദിത്വം സ്ത്രീകളെ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ സ്ത്രീകളെ പുളിച്ചുമ കയറ്റിങ്ങാണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നും പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഇടങ്ങാറായി പുരുഷനെ പോലെ അവരെ ആക്കി കുടുംബത്തിൻ്റെ വരുമാനം കൂടി നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അവർ കുട്ടികളെ പുലർത്തും വേണം, പ്രസവിക്കും വേണം, നോക്കും വേണം, കൂടെ ജോലിക്കും പോകണം. ഈ ഇരട്ടി ഭാരം ആരെ തലയിൽ അടിച്ചു കയറ്റിയാണ്? സ്ത്രീകളെ തലയിൽ അടിച്ചു കയറ്റിയിരിക്കുകയാണ്. അത് ഇവിടുത്തെ ഫെമിനിസത്തിന്റെ പുതിയ സിദ്ധാന്തമാണ്, ലിബറലിസത്തിന്റെ പുതിയ സിദ്ധാന്തം. ഇതിന്റെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് യൂറോപ്പിൽ നിന്ന് കടന്നു വന്ന സാധനം. ഇതിന്ന് നമ്മുടെ കുട്ടികൾക്ക് അത്രമേൽ അവരുടെ മനസ്സിലേക്ക് അടിച്ചു കയറ്റപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളെന്താ പറയുക, ലിബറലിസം ഒന്നും ഇവിടെ അല്ല അല്ലേ? ഇത് ഒറ്റ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ സമാനമായ ഒട്ടനവധി അനുഭവങ്ങൾ, ഒരു കരിയറിസത്തിന്റെ ഭ്രാന്ത്, അതുപോലെ തന്നെ ലഹരിയുടെ കാര്യം പറയും വേണ്ട. ഇപ്പൊ ലഹരി എന്താണ് ഞാനധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓരോ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരം എന്ന് പറയുന്നത് പോലെ ഈ ലഹരി ഉപയോഗിച്ച കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ എത്രയാണ്. ഈ കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ ഇവിടെ ഒരു ബാംഗ്ലൂർ കൊണ്ടുപോയി ആക്കിയതാണ് അവനെ, ലഹരിയിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടുന്ന് വന്നിട്ട് അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് കൊടുവാൾ വാങ്ങി ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കിടക്കുന്ന ഉമ്മയെ പോയിട്ട് വെട്ടിക്കൊന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് കൊന്നു എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമയം വരെ ആ ചെറുപ്പക്കാരന് അതിലൊരു കുറ്റബോധം പോലുമില്ല. പോലീസുകാരോട് സംസാരിക്കുന്ന രൂപം കണ്ടില്ല നിങ്ങൾ? ചാനലിൽ കണ്ടില്ലേ? പോലീസുകാരോടും പത്രക്കാരോടും ഒക്കെ സംസാരിക്കുന്ന രീതി എന്താ? ഒരു കുറ്റബോധം മാത്രം. എന്നെ എന്തിനെ ജനിപ്പിച്ചു എന്നാ ചോദിക്കണത്. സ്വന്തം ഉമ്മയോട്, ആ ഏതൊരു ഗർഭപാത്രത്തിൽ നിന്നാണോ ഇറങ്ങിയത് ആ ഉമ്മയോടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടേക്കാണ് നമ്മളെ മക്കൾ പോകണം? അന്ന് തന്നെ അതിൻ്റെ പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് തെക്കൻ കേരളത്തിൽ ഇതേപോലെ സമാനമായ സംഭവം. ഒരു മകൻ അച്ഛൻ്റെ മുഖത്ത് കത്തി കൊണ്ട് കുത്തിയിരിക്കുക. മുഖത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആരെങ്കിലും അല്ല. അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് സൗദി അറേബ്യയിൽ നിന്നൊരു വാർത്ത. ഞാൻ വിചാരിച്ചു സൗദി അറേബ്യയിൽ ആണോ ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ സൗദി അറേബ്യയിലാണ് സംഭവിച്ചത്. പക്ഷേ ഇവിടുത്തെ നമ്മളെ കേരളത്തിൽ നിന്ന് പോയ കുടുംബമാണ്. അതായത് ഒരു മകൻ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ടിട്ട് അവനൊന്ന് റിക്കവർ ചെയ്ത് നന്നാക്കാൻ വേണ്ടി അവരുടെ അച്ഛൻ ജോലി സ്ഥലത്തേക്ക് സൗദി കൊണ്ടുപോകാൻ കൊണ്ടുപോയതാണ്. എന്നിട്ടെന്ത്, ഇയാൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവൻ ചെയ്തെന്താ അറിയോ? സ്വന്തം അച്ഛൻ്റെ കണ്ണ് ചുഴിഞ്ഞെടുത്തു. ഒന്ന് ആലോചിച്ചു. അതായത് പേടിച്ച് കഴിയണമെന്ന് നമ്മളെ തലമുറ ഭയപ്പെട്ടുകൊണ്ടാണ് കഴിയുന്നത്. പല വീട്ടിലും
മാതാപിതാക്കൾ അങ്ങേറ്റത്തെ വിഷമത്തിലാണ്. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കൽ എന്താ? വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ മകന് വീട്ടിലേക്ക് വരട്ടെ എന്നല്ല പ്രാർത്ഥിക്കുക. ഇപ്പോൾ പല രക്ഷിതാക്കളും പ്രാർത്ഥിക്കുന്നത് ചെക്കൻ ഇങ്ങോട്ട് വരാതെക്കട്ടെ എന്നാണ്. കാരണം വരുമ്പോൾ 4 കാലിലാണ് വരുന്നത്, കത്തിയെടുത്തുകൊണ്ടാണ് വരുന്നത്. പൈസ വേണം, ഇത് ഉപയോഗിക്കാൻ കാശ് വേണം, അല്ലെങ്കിൽ കുത്തുന്നാണ് പറയുന്നത്. ഇത് കുത്തുന്ന് പറയല്ല, കുത്തി അത് കാണുകയാണ് നമ്മളെ കണ്ണു മുമ്പിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്. അതുപോലെ ഗെയിമിന് അടിമയാകുന്ന അവസ്ഥ, ഒരു ലജ്ജയില്ലാതെ പെരുമാറുന്ന അവസ്ഥ. പെൺകുട്ടികൾക്കാണ് ഇന്ന് ലജ്ജ ചോർന്നു പോയിട്ടുള്ളത്. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് നമ്മളെ സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കി നിങ്ങൾ, കൂട്ടം കൂടി +2 കുട്ടികൾ, യൂണിഫോം ഇട്ട പെൺകുട്ടികൾ, മഫ്ത ഇട്ട പെൺകുട്ടികൾ കൂട്ടത്തെ കൂടി കണ്ട് തല്ലുക നടു റോട്ടിൽ വെച്ച്. അതിൽ 10, 100, 150 കുട്ടികൾ അതിന് സാക്ഷികൾ. എന്നിട്ട് ആൺകുട്ടികൾ മാറി നിന്നുകൊണ്ട് അതിൻ്റെ അതെന്ത് ചെയ്യുക, പിന്നെ ക്യാമറയിൽ പകർത്തുക. ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യണില്ല, അടുത്തു കൂടി പോകണില്ല. അതായത് ഇവിടെ ഇപ്പോൾ സഹോദരിമാരുണ്ടല്ലോ, നിങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണത്. ഇപ്പം ഞങ്ങളൊക്കെ അധ്യാപകരാണ്, പ്രശ്നിക്കാനോട് ചോദിച്ചാൽ അറിയാം അനുഭവങ്ങളൊക്കെ. കുട്ടികളെ പണ്ട് പിന്നെ പെൺകുട്ടികൾ വന്ന ആൺകുട്ടികളെ പറ്റി കംപ്ലൈൻറ്റ് പറയുന്നു. ഇപ്പം അങ്ങനെയല്ല സംഭവം. ഇപ്പം ആൺകുട്ടികൾ വന്നിട്ട് കരയാണ്, സെറാട്സ് പെൺകുട്ടി എനിക്കൊരു സ്വൈരവും തരുന്നില്ല, അവൾ മിഞ്ഞാന്നൊരു കത്ത് എനിക്ക് കൊടുത്തയച്ചു, അത് ഞാൻ വാങ്ങിയില്ല. ഇന്നലെയും നമ്മൾ ബസ്സിൽ നിന്ന് എനിക്ക് തന്നു, ഞാൻ വാങ്ങിയില്ല. ഇന്ന് ഞാൻ ആ കോണി കയറി പോണ സമയത്ത് എന്നെ തടഞ്ഞു വെച്ച് ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ എന്നെ പറ്റി ഇല്ലാത്തത് പറയുന്നത്. ഇനി അവളെന്തെങ്കിലും പറഞ്ഞ് ഞാനായിരിക്കും പ്രതി എന്ന് പറഞ്ഞ് കുട്ടി കരയണം. ഇത് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയല്ല, ഇത് UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് നിങ്ങൾ ഓർക്കണം. എവിടേക്കാണ് നമ്മൾ സമൂഹം പോണത്? ആളുകൾ ചോദിക്കും എന്തിനാ ഇപ്പോൾ പരിപാടി? ഇപ്പം അതിന് നോട്ടീസ് ആയിട്ട് നിങ്ങൾ വീടുകളിൽ കൂടി പോയി ചിലപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകുന്നത്, മുസ്ലിം സംഘടനകൾക്കൊക്കെ പരിപാടി കുറച്ച് ഏറെയാണ്, നിങ്ങളിങ്ങനെ പരസ്പരം മത്സരിക്കല്ലേ, എന്തിനാ അപ്പോൾ അതൊക്കെ? ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിട്ടുള്ള അവസ്ഥയപ്പോൾ ഇതില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതായത് കിട്ടേണ്ട കാര്യങ്ങൾ ഇപ്പോഴും സമൂഹത്തിന് വേണ്ടതുപോലെ കിട്ടുന്നില്ല എന്നത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നൊരു കേസ് വന്നു. 62 ആളാണത്രേ ഒരു പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത്. അതിൽ 10-40 ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ കേരളത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി ഗർഭിണിയായി. കുറ്റക്കാരൻ ആരാ? സ്വന്തം വാപ്പ. ഇതും ഒറ്റപ്പെട്ടതല്ല. എന്താണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെയാണ് ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരു വർത്തമാനകാല സമൂഹത്തിൽ ജീവിക്കുമ്പോ നമ്മൾ കണ്ണ് തുറന്ന് കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കാത് തുറന്ന് കേൾക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്, മനസ്സ് കൊടുത്ത് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് ശ്രദ്ധ ചെലുത്തുക, ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമിന്റെ ഉദ്ദേശം. ഈ കപ്പൽ ഈ അലയടിച്ചുകൊണ്ടിരിക്കുന്ന തരം ആളുകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലുണ്ടല്ലോ, ആ കപ്പൽ ലാൻഡ് ചെയ്യുന്ന ഇടങ്ങൾ, തുറമുഖങ്ങൾ വ്യത്യസ്തമാണ്. ചിലത് മതനിരാസത്തിന്റെ തുറമുഖത്താണ് പോയി ലാൻഡ് ചെയ്യുന്നത്. അതായത് ഇനി എനിക്ക് മതമൊന്നും വേണ്ട എന്നുള്ള ഒരു വിചാരം. ചിലര് പോയി ലാൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഏത് മതം വിശ്വസിച്ചാലും വേണ്ടില്ല, സർവമത സത്യവാദത്തിലാണ്, മതലയനത്തിലാണ്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരാഘോഷങ്ങളും അതുപോലെ തന്നെ അവർ ആരാധനകളും പരിപാടികളൊക്കെ കൂടിയാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക, എന്നിട്ടാണ് ലയിക്കുക. അതിന്റെ പേരാണെന്ത്? മതസൗഹാർദ്ദം എന്ന രൂപത്തിലേക്കാണ് ഇന്ന് കാലം ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ കുറെ ആളുകളാണെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ആകെ പ്രശ്നമാണ്, ഇവിടെ മുസ്ലിം സംഘടനകളിലാകെ പ്രശ്നമാണ്, സമുദായത്തിലാകെ പ്രശ്നമാണ്, പള്ളിയിലാകെ പ്രശ്നമാണ്, സംഘടനകളിലൊക്കെ ആകെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ഇതിനൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷ്ക്രിയത്വത്തിലേക്ക് പോകുന്ന സാഹചര്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തനിച്ച ഭൗതികതയിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം എല്ലാവരും എത്തിപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഈ പുരോഗമനത്തിന്റെ ഒരു തടവറയിലാണ് പലരും ഇന്ന് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം, നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ടോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഏത് 6-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാൻ ഒരു സംഭവമാണ്. അത് ആ കാട്ടറബികൾക്ക് ഇറങ്ങിയ ഒരു മതമാണ്. നമ്മളൊക്കെ അങ്ങനെ ആധുനിക ജീവിതത്തിൽ ഇങ്ങനെ ആധുനികതയുടെ തേരിലല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്, ആധുനികതയുടെ കുതിരപ്പുറത്തല്ലേ നമ്മൾ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കടിഞ്ഞാണിടാൻ 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ആ വേദഗ്രന്ഥത്തിന് എങ്ങനെ കഴിയും എന്നൊക്കെയാണ് കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം പേരുള്ള ഐഡികളിൽ നിന്നാണ് ഇത് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ നമ്മുടെ കയ്യിലുള്ള ഈ ദീനിന്റെ മഹത്വം
പല ആളുകൾക്കും, സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ഇന്ന് അറിയുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. എന്നിട്ടാണ് ഈ പുരോഗമനത്തിന്റെ പിന്നാലെ പോകുന്നത്. ഈ പുരോഗമനത്തിന്റെ പ്രത്യേകത എന്താ? കുറെ കാലം ഒരു കാര്യം ശരിയാണെന്ന് അവർ സ്ഥാപിക്കും, പിന്നീട് അതേ കാര്യം തെറ്റാണെന്ന് വാദിക്കുകയും ചെയ്യും. ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ആത്മഹത്യയുടെ വിഷയം. ഇന്ത്യൻ പീനൽ കോഡിന്റെ 309 വകുപ്പ് പ്രകാരം അത് ഇന്ത്യ രാജ്യത്ത് കുറ്റകരമായിരുന്നു ആത്മഹത്യ. എന്നാൽ 2017 പാർലമെന്റ് പാസാക്കിയ ദേശീയ മാനസികാരോഗ്യ നിയമപ്രകാരം ഇപ്പോൾ അത് കുറ്റകരമല്ലാതാക്കിയിരിക്കുന്നു. സ്വവർഗരതിയുടെ വിഷയവും പ്രകൃതി വിരുദ്ധമാണെന്ന കാഴ്ചപ്പാട് മാറ്റിക്കൊണ്ട് മനുഷ്യ ലൈംഗികതയിലെ ഒരു വ്യതിയാനം മാത്രമാക്കി അതിനെ പുനർനിർവചിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മദ്യം അത് നിരോധിക്കണം എന്നതായിരുന്നു പണ്ടത്തെ കാഴ്ചപ്പാടെങ്കിൽ, അത് വർജിക്കണം എന്നതാണ് കാഴ്ചപ്പാടെങ്കിൽ, ഇന്ന് ഈ രണ്ട് നയങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്നാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ മദ്യം കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഫാക്ടറികൾ, ബ്രൂവറികൾ തുടങ്ങുവാനുള്ള ലൈസൻസുകളും നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നൽകാൻ പാടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷമാണെങ്കിലോ, പ്രതിപക്ഷം പറയുന്നത് എന്താ? അവിടെ ശുദ്ധജലം എടുത്തുകൊണ്ട് മദ്യമുണ്ടാക്കാൻ പാടില്ല, അവിടെയുള്ള ആളുകൾക്ക് ശുദ്ധജലം ഉറപ്പ് വരുത്തിയാൽ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത്. മദ്യം വേണ്ട എന്ന നിലപാട് ആർക്കുമില്ല. എവിടെയാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങളിലൊക്കെ. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ മഹത്വം ലോകത്തിനു മുമ്പിൽ നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നന്മയാണെന്ന് പറഞ്ഞ ഒരു കാര്യം എല്ലാ കാലത്തും നന്മയായിരിക്കും. അത് തിന്മയാണെന്ന് വിധി എഴുതിയ ഒരു വിഷയം എല്ലാ കാലത്തിലും തിന്മയുമായിരിക്കും. കാരണം വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് മാർഗം കാണിക്കുന്ന ഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായും ഈ വിശുദ്ധ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്കാണ് അത് മാർഗം കാണിക്കുന്നത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഖുർആനിന്റെ അനുയായികൾ പോലും ഇക്കാര്യം വിസ്മരിച്ച് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിറകെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഈ പുരോഗമനത്തിന്റെ അവസ്ഥകൾ. നമുക്കറിയാം. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ജനസംഖ്യാ വിഷയം. ഇതെന്തിനാ ഞാൻ പറയണതെന്നറിയോ? എന്റെ മതം ഒരു പുരോഗമനമല്ല, അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല, അത് ഖുർആനിലെ എല്ലാ ആയത്തും ശരിയാണില്ല, ഇങ്ങനെയൊക്കെ മനസ്സിൽ കരുതി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ മറുവശത്ത് നിങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പുരോഗമന സിദ്ധാന്തങ്ങൾ, അതിന്റെ തിക്തഫലം ഇപ്പോൾ എന്താണ്? ഇപ്പൊ ജനസംഖ്യന്റെ വിഷയം ഇസ്ലാം അതിൽ നൽകിയ വ്യക്തത എന്താ? ഇസ്ലാം പറഞ്ഞത് വിഭവങ്ങൾ കുറഞ്ഞു പോകുമെന്ന് കരുതി ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കുട്ടികളെ കൊല്ലാൻ പാടില്ല, കാരണം ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ് എന്നാണ്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിതഅൻ കബീറാ. നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത്, ഉപജീവനം നൽകുന്നത് നാം ആകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇടയ്ക്കൊരു കാര്യം പറയാനുള്ളത്, നിരന്തരമായ പരിപാടിയാണ് സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നടന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാവരും ഒത്തുപിടിക്കുന്നത് കൊണ്ടാണ്. ഈ പ്രോഗ്രാമിൻ്റെ ചെലവ് ഈ നിങ്ങളെ മുമ്പിലൂടെ വരുന്ന ഈ ബോക്സിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഇതിൻ്റെ ചിലവ് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നിന്ന് എത്ര ചിലവ് വരിക നമുക്ക് ഏകദേശം അറിയാലോ. ഇപ്പോഴുള്ള ആൾക്കാരെ ധാരണയുണ്ട്. അപ്പോൾ ഒരാൾ എത്ര കൊടുക്കേണ്ടി വരും നോക്കിയിട്ട് ഒരു എമൗണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും കൊടുക്കുക. എന്നാൽ ഇതുപോലുള്ള പരിപാടി ഇനിയും നടക്കും. അതല്ല ഇത് കഴിഞ്ഞ് കുറച്ച് കടവും പ്രയാസമാണെങ്കിലോ അത് ഭാരവാഹികൾ പറയുന്നത് ഇന്നാളത്തെ പരിപാടിയുടെ ക്ഷീണം തന്നെ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും ഒരുമിക്കണം. എല്ലാവരും ഒരുമിച്ചാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി അതിലിടുക. എന്തെങ്കിലും ഒരു സംഖ്യ ഇട്ടുകൊണ്ട് അവസാനിപ്പിക്കരുത് എന്നറിയിക്കണം. അള്ളാഹു അത് നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ പറഞ്ഞതാണ് എന്ത്? നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, ദാരിദ്ര്യം ഭയന്ന് കൊല്ലരുത്, അവരുണ്ടായിക്കോട്ടെ. മനുഷ്യ വിഭവശേഷി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ സ്വത്ത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ മാൽത്തൂസിയൻ തിയറി വാദിച്ചത് എന്താ? ജനം പെരുകിയാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ്. വിഭവപ്പേടിയാണ് അവർ കൊണ്ടുവന്ന ആശയം. 1789 ടി.ആർ. മാൽത്തൂസ് എഴുതിയ ആൻ എസ്സേ ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിലാണ് ഈ പറഞ്ഞ ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ തിയറിയുടെ ചുവട് പിടിച്ച് അമേരിക്കൻ ദമ്പതികളായ പോൾ ആൾ എർലിച്ച് എന്ന് പറയുന്ന വ്യക്തിയും അതേപോലെ അന്നെ എർലിച്ച് എന്ന് പറയുന്ന അവരും ചേർന്നുകൊണ്ട് 1968 എഴുതിയ പോപ്പുലേഷൻ ബോംബ് എന്നൊരു ഗ്രന്ഥമുണ്ട്.
ആ ഗ്രന്ഥത്തിൽ അവർ പറഞ്ഞ ആശയം എങ്ങനെയാണ്? 1985 ആകുമ്പോഴേക്കും, ആ ഡേറ്റ് ഓർക്കണേ, കൊല്ലം ഓർക്കണേ, 1985 ആകുമ്പോഴേക്കും ലോകം ഭക്ഷ്യക്ഷാമത്തിൽ മുങ്ങിക്കുളിക്കും, സമുദ്രങ്ങൾ ഇല്ലാതെയാകും, പാശ്ചാത്യ രാജ്യങ്ങൾ മരുഭൂമിയാകും, മൃഗങ്ങൾ ചത്തടിയും, ആയുർദൈർഘ്യം 42 കുറയുകയും ചെയ്യും. വലിയൊരു പ്രവചനമായിരുന്നു. ഏത് വർഷമാകുമ്പോ? 1968 ആവുമ്പോ. അതുകൊണ്ട് ജനസംഖ്യകൾ ക്രമാതീതമായി പോണ്ട്, അത് പിടിച്ചു നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് ഇപ്പൊ ഏതാ വർഷം? 2025 നമ്മൾ. എന്ത് സംഭവിച്ചു? ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് 8.2 ബില്യണിന് മുകളിൽ ജനസംഖ്യ എത്തിയിട്ടും ഈ പറഞ്ഞതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ജനസംഖ്യ ഇരട്ടിയായപ്പോൾ എന്ത് സംഭവിച്ചു? ഭക്ഷ്യോൽപാദനം 3 ഇരട്ടിയായി എന്നാണ് കണക്ക്. പുരോഗമനത്തിന്റെ സിദ്ധാന്തങ്ങൾ പേറി നടക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം വിരുദ്ധമാണ് എന്നാ പറഞ്ഞത്. മുസ്ലിങ്ങളൊക്കെ പന്നികൾ പ്രസവിച്ച് വീണമാൻ ഇങ്ങനെ പ്രസവിച്ച് കൂട്ടുകയാണ്. ഇതാണല്ലോ പറയാറുള്ളത്. അങ്ങനെ പറഞ്ഞിരുന്ന ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ സിദ്ധാന്തം ഇവിടെ വർക്കൗട്ട് ആയിട്ടില്ല. മാത്രമല്ല, ഇത് നടപ്പാക്കിയ രാജ്യങ്ങളാകട്ടെ, വളരെ ആവേശപൂർവ്വം നടപ്പാക്കിയ രാജ്യം നമ്മളൊന്ന് ചൈനയായിരുന്നു. ആ ചൈന ഇന്ന് കരയുകയാണ്. മറ്റൊന്ന് ജപ്പാനായിരുന്നു, അത് നിലവിളിക്കുകയാണ്. മറ്റൊന്ന് റഷ്യ ആയിരുന്നു, അവർ വിങ്ങിപ്പൊട്ടുകയാണ്. മറ്റൊന്ന് ഉക്രൈനായിരുന്നു, അവർ പത്രസമ്മേളനത്തിൽ വന്നുകൊണ്ട് അവരുടെ അനുയായികളോട് വല്ലാത്ത വിഷമം വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഖുർആനെ തിരിച്ചറിഞ്ഞ് അതിന്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ വേണ്ടത്. നമ്മളെ ഈ ജനകീയാസൂത്രണം എന്ന് പറഞ്ഞ വലിയ സംഭവം വന്നല്ലോ. അപ്പം ഈ ജനസംഖ്യാ വിഷയവുമായി വന്നിട്ട് പിന്നെ അതിന്റെ ജനസംഖ്യാ ദിനമുണ്ട്, സ്കൂളുകളിലൊക്കെ അത് ആചരിക്കലുണ്ട്, അസംബ്ലിയിലൊക്കെ അതിന്റെ സന്ദേശം പറയും. എന്താ പറയുക? ഇപ്പോഴും എന്താ പറയണത്? കുട്ടികൾ ഉണ്ടായ വലിയ പ്രശ്നമാണെന്ന്. എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങി? എന്തോ ഒരു പുരോഗമനാണെന്ന് എന്നാ വിചാരിച്ചിരുന്നത്. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞില്ലേ, ചൈനീത്തെ അവസ്ഥ പരിതാപകരമാണ്. അവിടെ ചില ഗ്രാമപ്രദേശങ്ങളിൽ കടകളില്ലാതെ ആയിക്കൊണ്ട്. ഏത് കട? ടോയ്സിന്റെ കടകളൊന്നും ഇപ്പം എല്ലാം. ടോയ്സിന്റെ കട ഇല്ലാത്ത എന്തുകൊണ്ടാ അറിയോ? കുട്ടികൾ വേണ്ടേ. ആദ്യം 3 ആളെന്ന് പറഞ്ഞു, 2 ആളെന്ന് പറഞ്ഞു, പിന്നെ ഒരേ കുട്ടി ഒരിടത്ത് പാടുള്ളൂ എന്നാ പറഞ്ഞത്. ഒരു കുട്ടിയിൽ അധികം ഉണ്ടെങ്കിൽ അവർക്ക് ഗവൺമെന്റ് സർവീസ് സേവനങ്ങളൊന്നും ഉണ്ടാവില്ല. ഭീഷണിപ്പെടുത്തി. ആൾക്കാർ അതിനനുസരിച്ച് സെറ്റായി. ഇപ്പം എന്താ സംഭവിച്ചറിയോ? മുതിർന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. അവരെ നോക്കാൻ കുട്ടികളില്ല. ഓരോ വീട്ടിലും മരിച്ചു പോയിട്ട് കൊണ്ടുപോയി കുഴിച്ചിടാൻ കുട്ടികളില്ല. ഈ അവസ്ഥയിലേക്കാണ് ആ നാട് പോയിട്ടുള്ളത്. കുട്ടികളില്ലാത്തത് കൊണ്ട് കളിപ്പാട്ടത്തിന്റെ കടകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചില തലമുറകൾ തന്നെ ഇല്ലാതെയാകാണ്. ആളുകൾ ഇങ്ങനെ ചൂണ്ടി പറയണ ഒരാളെ പ്രായമുള്ള മനുഷ്യനെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന തറവാട്ടിലെ ഇന്ന വ്യക്തി, അയാളും കൂടി കഴിഞ്ഞ് ആ കുടുംബം കഴിഞ്ഞു, അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം എന്താ ചൈന വന്ന് പറയണെന്ന് അറിയോ? ഇപ്പൊ കൂടുതൽ കുട്ടികൾ ജനിപ്പിക്കുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പുരോഗമനത്തിന്റെ വർത്താനം പറഞ്ഞ് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് സർവമത സത്യവാദത്തിലേക്കും മതനിരാസത്തിലേക്കും ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്നവർ, കൂട്ടിക്കൊടുക്കുന്നവർ ഇതിന് ഉത്തരം പറയണം. എനിക്കതാ പറയാനുള്ളത്. ഒരു കാലത്ത് ഇവരിത് പറഞ്ഞപ്പോ ഇസ്ലാം അന്നും പറഞ്ഞു ഈ പോക്ക് അപകടത്തിലേക്കാണ്. നിങ്ങൾ 6-ാം നൂറ്റാണ്ടിന് ബസ് കിട്ടാത്ത ആൾക്കാരാണ് നിങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തേ? ഇസ്ലാം പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരികയാണ്. ഒരു രാജ്യമല്ല, ഇഷ്ടം പോലെ രാജ്യങ്ങൾ. ഇത് കേൾക്കുമ്പോ മുസ്ലിങ്ങളുടെ ഒരു ധാരണ ഉണ്ട്. നമ്മളെ കേരളത്തെ കാര്യം പറയുന്നത്, നമ്മളെ ഇന്ത്യയിലെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ ഇന്ത്യയിലെ അവസ്ഥ? ഇന്ത്യയും ഇതിന്റെ ഭാഗത്തന്നെ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഈ അടുത്ത് നിങ്ങൾ കുറച്ച് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ കേട്ടോ. എവിടുന്ന്? ഉത്തരേന്ത്യയിൽ നിന്നല്ല, ദക്ഷിണേന്ത്യയിൽ നിന്ന്. ഒന്ന് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കണം എന്നാണ്. ആഹ്വാനം കൊടുത്തു. മറ്റൊന്ന് പറഞ്ഞ സ്റ്റാലിനാണ്. നമ്മുടെ അയൽപ്പക്ക പ്രദേശമായ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ. അദ്ദേഹം പറഞ്ഞ എന്താ? 16 കുട്ടികളെങ്കിലും ഒരിടത്ത് വേണം, ഒരു വീട്ടിൽ വേണം. 16 കുറച്ചൊന്നല്ല. എന്താ കാര്യം എന്നറിയോ? ഇനി നമ്മുടെ പുതിയ പാർലമെന്റ് ഒന്നില്ലേ, പുതിയ പാർലമെന്റിന്റെ പ്രത്യേകത എന്താ? പഴയ പാർലമെന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സീറ്റുകൾ കൂടുതലുണ്ട്. അതിൽ എന്തുകൊണ്ടാണെന്നറിയോ? ലോക്സഭാ മണ്ഡല പുനർനിർണയം വരാൻ പോവുകയാണ്. ഈ പുനർനിർണയം വരുമ്പോൾ സീറ്റുകളുടെ എണ്ണം കൂടും. ആ പുനർനിർണയത്തിന്റെ ബേസ് എന്താ? ജനസംഖ്യയാണ്. ഇത്ര ആളുകൾക്ക് ഒരു MP എന്നുള്ളതാണ്. ഇപ്പൊ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ഈ പുരോഗമനം വല്ലാതെ നടന്നിട്ടില്ല. UP നടന്നിട്ടില്ല, പല സംസ്ഥാനത്തിലും നടന്നിട്ടില്ല. കാരണം അവിടെ വിദ്യാഭ്യാസപരമായി പിറകോട്ടായതുകൊണ്ട്
അവരിതൊന്നും കേൾക്കാതെ അവരവരുടെ കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ജനസംഖ്യ കൂടുതലാണ്. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്, നമ്മുടെ കേരളമാണ് അതിൻ്റെ മുന്നിൽ നിന്നത്. നമ്മളെ സംസ്ഥാനങ്ങളിൽ കുട്ടികൾ കുറഞ്ഞിരിക്കുകയാണ്. അപ്പം കണക്ക് കൂട്ടി വെക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ലോക്സഭാ മണ്ഡലം ഇവിടെ കുറവായിരിക്കും. ഈ ബോധം ആർക്ക് കിട്ടിയപ്പോൾ? രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കിട്ടി. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേ കുറച്ച് കുട്ടികൾ പ്രസവിച്ച് കിട്ടിയാൽ എന്ത് ചെയ്യും? അതിനനുസരിച്ച് മണ്ഡലം പോലും അല്ലാതെ വേറെ ഒന്നുമല്ല വിഷയം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സ്ഥിതി എന്താ? ഈ അധ്യയന വർഷം വന്നപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ 1,00,000-ഓളം കുട്ടികളെ കുറവ്. 1,00,000-ഓളം കുട്ടികളെ കുറവ് കേരളത്തിലും ബാധിച്ചിട്ടുണ്ട്. എഴുതി വെച്ചോ, സർക്കുലർ ഇറങ്ങുന്ന ദിവസം അധികം വിദൂരമല്ല. എല്ലാ സ്കൂളുകളിലും പ്രതിജ്ഞ എടുക്കണം. എന്ത്? ഞാൻ വളർന്നു വലുതാകുമ്പോൾ, ഞാൻ വിവാഹിതനാകുമ്പോൾ എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് 5 കുട്ടികളെങ്കിലും ഉണ്ടാകും എന്ന് കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്ന കാലം വിദൂരമല്ല. ഇസ്ലാമിനെയും ഇസ്ലാം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിനെയും കുറ്റം പറഞ്ഞവരെല്ലാം അപമാനിതരാകാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് ഖേദമുണ്ട്. ഇത് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരിങ്ങനെ വിചാരിക്കും ഞങ്ങളൊക്കെ വളരെ സേഫാണ്. അങ്ങനെ ഒരു ധാരണ മുസ്ലിങ്ങൾക്കുണ്ട്, അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റു വിഭാഗങ്ങൾക്കുണ്ട്. ക്രൈസ്തവർക്കുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മറ്റു സമുദായങ്ങൾക്കുണ്ട്. എന്ത്? മുസ്ലിങ്ങളെ ജനസംഖ്യ ഇങ്ങനെ കൂടുകയാണ്, ഞങ്ങളതൊക്കെ ഇങ്ങനെ കുറയാണ്. അതെപ്പോഴും ടി വിയിൽ ചർച്ച കേട്ടിട്ടില്ല നിങ്ങൾ? എന്നാൽ അതിൻ്റെ അവസ്ഥ എന്താ? അതും തെറ്റാണ്, ആ കാഴ്ചപ്പാടും തെറ്റാണ്. ഈ ചിന്ത മുസ്ലിം കമ്മ്യൂണിറ്റി നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. 2016 മുതൽ 2023 കണക്ക് പ്രകാരം, എത്ര? 2016-ൻ്റെയും 2023 ഇടയ്ക്കുള്ള കണക്ക് പ്രകാരം 2016 മുസ്ലിം ജനസംഖ്യാ വർധനവ് 2,11,000 ആയിരുന്നുവെങ്കിൽ 2023 അത് 1,06,000 കുറഞ്ഞിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. നേരത്തെ ഉണ്ടായിരുന്നത് 2,11,000 ഉണ്ടായിരുന്നത് 2023 ആയപ്പോ 1,06,000 കുറഞ്ഞു. എത്ര കുറവ്? 1,05,000 മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറവാണ്. ഈ പൊതുബോധം നമ്മളെയും ബാധിച്ചിട്ടുണ്ട്. ഈ പോക്ക് പോയാൽ നമ്മളെ വീടുകളിലും പ്രശ്നം വരും. ഇത് വളരെ ഗുരുതരമാണ് വിഷയം. ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയോ? മനുഷ്യന്മാരോരോ സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് അത് വലിയ പുരോഗമനമെന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ബെല്ലടിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാർ അവസാനം തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സുഹൃത്തുക്കളെ സത്യമായിട്ട് നമുക്ക് തോന്നുന്നത് അത് പുരോഗമനമല്ല. അതാണ് ശരിക്കുള്ള പുരോഗമനം. അതിൽ ഉറച്ചു നിന്നോളും. അതിന്റെ ഏറ്റവും വലിയ സന്ദേശം ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശമാണത്. മാർഗനിർദ്ദേശമാണിത്. സത്യാസത്യ വിവേചനത്തിന്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ എന്നാണ്. ആധുനിക ലോകം ആശയക്കുഴപ്പത്തിലാക്കിയ മറ്റൊരു വിഷയമുണ്ട്. പുതിയ ജനസംഖ്യന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതേപോലെയുള്ള വിഷയമാണ് ജെൻഡർ തിയറി എന്ന് പറയുന്നത്. എന്താ ജെൻഡർ തിയറി? മനുഷ്യരിൽ എത്ര വർഗമുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു 2 വർഗ്ഗമുള്ളൂ. ആരാ? ഒന്ന് ആണും ഒന്ന് പെണ്ണും. ആർക്കാ സംശയമുള്ളത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു 4-ാം അധ്യായം 1-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കതീറൻ വനിസാഅ. ഏ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവീൻ. ഒരാത്മാവിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ച അല്ലാഹ് നിങ്ങൾ സൂക്ഷിക്കീൻ. വഖലഖ മിൻഹാ സൗജഹാ, അവരെ ഇണകളിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ധാരാളം സ്ത്രീകളും പുരുഷന്മാരുമായി അവരെ നാം വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നു. 2 വർഗ്ഗമുള്ളൂ. ഇതാണ് ഖുർആൻ മുന്നോട്ട് വെച്ച സിദ്ധാന്തം. ചെലവ് വഹിക്കേണ്ടത് ആരാ? പുരുഷനാണ്. അതും ഖുർആൻ പറഞ്ഞു. എന്നാൽ ജെൻഡർ ആക്ടിവിസം പറഞ്ഞത് എന്താ? അവര് പറഞ്ഞത് എന്താ? ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ്. ആ പറഞ്ഞത് ചിലപ്പോ ചില സഹോദരിമാർക്ക് പെട്ടെന്ന് ആ വാക്ക് മനസ്സിലാവില്ല. അവിടെ ലളിതമായി ഞാൻ പറയാം. എന്താ സാമൂഹിക നിർമ്മിതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളെ മകളെ പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തു. പ്രസവിച്ചു. കുട്ടിൻ്റെ കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട് പുറത്തേക്ക്. അപ്പം നേഴ്സ് കുട്ടിനെയും കൊണ്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വേഗം ചോദിക്കാൻ എന്താ കുട്ടി എന്താന്ന് ചോദിക്കില്ല, ആടാ പെണ്ണെന്ന് ചോദിക്കും. ഇത് നമ്മൾ ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ കുട്ടി ഒന്നുകിൽ പെണ്ണാന്ന് പറയും അല്ലെങ്കിൽ കാണാന്ന് പറയും. എന്നാൽ ഇനി വരുന്ന തിയറി എന്താ അറിയോ? അങ്ങനെ ജനിക്കുമ്പോൾ ബൈ ബർത്തിൽ തീരുമാനമാകൂല എന്ത് ആണാണോ പെണ്ണാണോ.
അത് ശരിക്കും ആൺകുട്ടിയായിരിക്കും, പക്ഷെ തീരുമാനമാക്കാൻ പാടില്ല. അത് ആരാ തീരുമാനിക്കേണ്ടി വരും? ആ കുട്ടി വളർന്നു വന്ന് അവൻ സ്കൂളുകളിലോ കോളേജിലൊക്കെ പോകാൻ തുടങ്ങിയിട്ട് ബുദ്ധി വെച്ച ശേഷം അവൻ തീരുമാനിക്കണം അവൻ ആണാകണോ പെണ്ണാകണോ. ഇതിനാണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് പുതിയ സിദ്ധാന്തം. ഇങ്ങനെയൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് ആൾക്കാർ പറയാൻ മാത്രമല്ല, ഇത് ഈ നയം, ഈ പോളിസി സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ സിലബസ് പരിഷ്കരിച്ചിരിക്കുന്നത്. ഒരു സ്കൂളിന്റെ മുറ്റത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ കൊടിയത്തൂര് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾക്ക് ഓർമ്മയില്ലേ, ഈ സ്കൂളിൽ ഒരു പ്രാവശ്യം നമ്മളെ വിളിച്ചു കൂട്ടിയത്? അന്ന് ജനകീയ ചർച്ച എന്നാണ് അതിന് പേരിട്ടത്. ഈ സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലിംഗ നീതിയും ലിംഗസമത്വവും ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം പറയാനുണ്ട്, അത് ഞങ്ങൾ കേൾക്കും, അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ചർച്ച നടന്നത്. നമ്മളൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ആ അഭിപ്രായങ്ങൾ മുഴുവനും എത്തേണ്ടിടത്ത് എത്തിയിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ്, അതേ നയം സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മളെ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 9ാം ക്ലാസ്സിൽ ഒരു പാഠമുണ്ട്. ആ പാഠം കേട്ട് നമ്മളെ കുട്ടികൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ ആണും പെണ്ണും മാത്രമല്ല ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ട് എന്ന് പറയും. അതൊക്കെ LGBTQIA++++, ഇതൊക്കെ വിഭാഗങ്ങളാണ്. അങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട്. ഇതാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി ഈ ജെൻഡർ തിയറി. എന്നാൽ ഇവർ പറഞ്ഞത് ആൺ പെൺ വ്യത്യാസമുണ്ടെന്ന് പറയാൻ പാടില്ല. ബൈ ബർത്തിൽ ജെൻഡർ തീരുമാനമാകുന്നില്ല എന്ന് അവർ പറഞ്ഞു. പുരുഷൻ ചെയ്യുന്നത് സ്ത്രീയും സ്ത്രീ ചെയ്യുന്നത് പുരുഷനും ചെയ്യുമ്പോഴേ തുല്യത ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. കുടുംബത്തിന്റെ ചെലവ് സ്ത്രീയും വഹിക്കണം, എങ്കിലേ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ജെൻഡർ ആക്ടിവിസ്റ്റുകൾ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഈ ചിന്ത മുസ്ലിം പെൺകുട്ടികളെ പോലും സ്വാധീനിച്ചു എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അതാണ് വിവാഹം വൈകിപ്പിക്കാനുള്ള കാരണം. അതാണ് ലെസ്ബിയൻ വിവാഹം നടക്കാനുള്ള കാരണം. എന്താ ലെസ്ബിയൻ വിവാഹം? പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുക. നിങ്ങൾക്ക് ഓർമ്മയല്ലേ, ടി വിയിൽ ഇപ്പോഴും നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. പർദ്ദട്ട 2 കുട്ടികൾ പോയിട്ട് കല്യാണം കഴിച്ച് ഇപ്പോഴും അങ്ങനെ ജീവിക്കണവർ. പെണ്ണും തമ്മിലും ആണും തമ്മിലും ലെസ്ബിയൻ വിവാഹം നടന്നു. LGBT ആക്ടിവിസത്തെ മഫ്തയിട്ടവർ വരെ പിന്തുണക്കുന്ന അവസ്ഥയെത്തി. എന്തിനധികം, കുടുംബശ്രീയിൽ തുല്യ സ്വത്ത് നൽകുമെന്ന പ്രതിജ്ഞ വരെ നമ്മളെ കേരളത്തിൽ എടുപ്പിച്ചു. അതെന്താ? ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം സ്ത്രീക്കും പുരുഷനും സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്ത് പുരുഷന്റെ പകുതിയാണ് സ്ത്രീക്ക്. അത് അവളെ അവഹേളിക്കാനും അവൾക്ക് അനീതി കാണിക്കാനും അല്ല. അതിന് അവൾ ചെലവാക്കണ്ടെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അത് അവൾക്ക് സമ്മാനമാണ്. ചെലവെടുക്കേണ്ടതാരാ? പുരുഷനാണ്. ഇതാ ഇസ്ലാമിന്റെ നീതി. പക്ഷേ എന്നിട്ട് ഈ മുസ്ലിം സ്ത്രീകളെ വെച്ചങ്ങാണ്ട് ഞങ്ങളെ സ്വത്തിൽ എന്ത് ചെയ്യും, എല്ലാവർക്കും തുല്യ അവകാശം കൊടുക്കുന്നു പ്രതിജ്ഞ എടുപ്പിച്ചു. ഇപ്പം ഈ അടുത്താണ് ആ പ്രതിജ്ഞ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ എത്ര സംഭവം. NSS ക്യാമ്പുകളിൽ കുട്ടികൾക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു, ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അറിയുക, ജെൻഡർ തിയറി ഇപ്പം എന്താ അവസ്ഥ, പല രാജ്യങ്ങളും പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രാജ്യ? റഷ്യ അതിന് പുറകോട്ട് നടക്കുകയാണ്. നൈജീരിയ പുറകോട്ട് പോവുകയാണ്. ബ്രൂണെ, ഉഗാണ്ട, ഘാന, പോളണ്ട്, ഹംഗറി, തുർക്കി, ഇന്തോനേഷ്യ ഇവരൊക്കെ തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ശക്തമായി നിയന്ത്രിച്ച രാജ്യങ്ങളാണ് ചൈന, ഈജിപ്ത്. ഇവരൊക്കെ നിയന്ത്രിച്ചു. അവസാനാണ് ഇപ്പോ നമ്മുടെ അമേരിക്കയിൽ സ്ഥാനമേറ്റ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞു ആ സ്ഥാനം ഏൽക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഏറ്റവും ഉടനെ ഒന്നാമതായിട്ട് പ്രഖ്യാപിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണെന്ത്, ഇനി അമേരിക്കയിൽ ആൺ പെൺ എന്നീ 2 ജെൻഡറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത് നിരോധിക്കും. പല പുരുഷന്മാർ സ്ത്രീകളുടെ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത് നിരോധിക്കും. ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കും. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ. എന്ത് മനസ്സിലായി? നമ്മളെ നാട്ടിൽ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമും ജെൻഡർ ന്യൂട്രൽ സംസ്കാരവും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ചില മൊല്ലാക്കന്മാരെ വർത്താനാണ്. അത് ചില ഈ 6ാം നൂറ്റാണ്ടിന് ബസ് കിട്ടാത്തവരെ വർത്താനാണ്. അത് ചില മതമൗലികവാദികളുടെ വർത്താനാണെന്ന് കോട്ടിട്ടുകൊണ്ട് പ്രസംഗിച്ച ആങ്കറിങ് നടത്തിയ നമ്മുടെ ചാനലിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇപ്പൊ എന്ത് പറയാൻ, എന്താ ചർച്ചയ്ക്ക് എടുക്കാത്തത്? എന്താ ട്രംപ് പറയുമ്പോ ചർച്ചയ്ക്ക് എടുക്കാത്തത്? ട്രംപ് പുരോഗമനവാദിയല്ല എന്തുകൊണ്ട് പറയുന്നില്ല? പറയാൻ കഴിയില്ല. അമേരിക്ക പറഞ്ഞാൽ ഓക്കെ, അമേരിക്ക പറഞ്ഞാൽ ശരി അല്ലെങ്കിൽ തെറ്റ്, ഇതാ അവരുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാം ഇത് നേരത്തെ പറഞ്ഞു, ദാ ഈ പോക്ക് പോയാൽ അരാജകത്വം ഉണ്ടാകുക. ആ അരാജകത്വം കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു, അവർ അനുഭവിച്ചു. അപ്പൊ അവർ തിരിഞ്ഞു നടക്കുന്ന രംഗമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത, അല്ലാതെ ഈ പുരോഗമനത്തിന്റെ പിന്നാലെ പോണവർക്കല്ല.
വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ എന്നാണ്. പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് നരകമാണ്. വഅന്ന അല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി അഅതദിനാ ലഹും അദാബൻ അലീമാ. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഇവിടെ പുരോഗമനത്തിന്റെ പേരും പറഞ്ഞ് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് എത്തത്. ഒരു 2 വിഷയമൊന്നുമില്ല, ഇഷ്ടം പോലെ വിഷയമുണ്ട്. ഓർത്തു വെച്ചോ, ഇസ്ലാമൊക്കെ വിട്ട് ദീനൊക്കെ വിട്ട് സർവമത സത്യവാദത്തിന്റെ പിന്നാലെയും ഈ പറഞ്ഞ പുരോഗമനത്തിന്റെ പിന്നാലെയും ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ കരഞ്ഞുകൊണ്ട് മടങ്ങേണ്ട ദിവസം അതിവിദൂരമല്ല. എന്നാലും ചില ആളുകൾക്ക് ഒരു തോന്നലാണ്, എന്താ അറിയോ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, എന്നാലും ഇപ്പം അത് 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയതല്ലേ, അത് കാലത്തിനനുസരിച്ചൊക്കെ ഒന്ന് പരിഷ്കരിക്കേണ്ട കുറച്ചൊക്കെ ഇസ്ലാം, അതിങ്ങനെ വെച്ചാൽ ശരിയാവുമോ എന്ന് ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും. മാത്രമല്ല, പിന്നെ നമ്മുടെ ഒരു ബുദ്ധിക്ക് പറ്റാത്ത കുറേ വിഷയങ്ങൾ ഇസ്ലാമിലുണ്ട്. ഇതാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സംഗതി. അതിൻ്റെ ബുദ്ധിക്ക് ഇങ്ങോട്ട് ശരിയാകണില്ല എന്നതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്താ അറിയോ, എന്നിട്ട് ചില ആൾക്കാർ പറഞ്ഞു പോകും, എന്ത് ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്ന് വരെ ആൾക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആര് പറഞ്ഞു അങ്ങനെ? ഇസ്ലാമിന്റെ ബാലപാഠം അറിയുന്ന ഒരാളും അങ്ങനെ പറയില്ല. കാരണം ബുദ്ധിക്ക് നല്ല സ്ഥാനം കൊടുത്ത മതമാണ് ഇസ്ലാം. ഖുർആനിനെ പറ്റി ചിന്തിക്കണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇതാ ഈ വിശുദ്ധ ഖുർആൻ, അതിനെക്കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് സൂറത്തുൽ മുഹമ്മദിലെ 24-ലും നിസായിലെ 82-ലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ഈ സൃഷ്ടി പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കണം ഖുർആൻ പറഞ്ഞു. അവലം യതഫക്കറൂ ഫീ അൻഫുസിഹിം മാ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വഅജലിൻ മുസമ്മാ വഇന്ന കസീറൻ മിനൻ നാസി ബിലിഖാഇ റബ്ബിഹിം ലകാഫിറൂൻ. ഈ പ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, ഉറ്റാലോചിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതേ ആശയം സൂറത്ത് ആൽ ഇംറാനിലെ 90, 91, ഓസിയയിലെ 17, 19 ആയത്തുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞു. കുൽ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവീൻ, നിങ്ങൾ നോക്കുവീൻ, ആ നിഷേധികളുടെ പര്യവസാനം എന്തായിരുന്നു എന്ന് നോക്കുക. ഇതേ കാര്യം സൂറത്ത് ഹിജ്റിന്റെ 46-ലും അൻആമിന്റെ 6-ാമത്തെ ആയത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അന്ധമായി ഒന്നിനെയും പിൻപറ്റാൻ പാടില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ്സമാ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഒരിക്കലും തന്നെ നിങ്ങൾ അന്ധമായി ഒന്നിനെയും പിൻപറ്റരുത്. കാരണം കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. മാത്രമല്ല, ബുദ്ധിക്ക് കുഴപ്പമുണ്ടാകുന്ന എല്ലാ സാധനവും വർജിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതിൽപ്പെട്ടതാണ് ലഹരി. ലഹരി ഉപയോഗിക്കേണ്ടെന്ന് പറയാൻ കാരണം എന്താ? മനുഷ്യന്റെ ബുദ്ധി ഇല്ലാതെയാക്കുന്നത് കൊണ്ടാണ് ലഹരി ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബുദ്ധിക്ക് നല്ല സ്ഥാനം ഇസ്ലാം കൊടുക്കുന്നുണ്ട്, ശരിക്കും പഠിച്ചോളി. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ബുദ്ധിയാണ് എല്ലാം, അതിനപ്പുറം ഒന്നുമില്ല എന്നൊരവസ്ഥയിലേക്ക് പോകാനും പാടില്ല. എന്താ ഖുർആൻ പറഞ്ഞത്? വയസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. എന്നാൽ പറയുക കുലിർ റൂഹ്, റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് പറഞ്ഞാലും ഇന്നം റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കലുള്ള കാര്യമാണത്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. 17-ാം അധ്യായം 85-ാമത്തെ ആയത്ത്. അതിൽ നിന്ന്, ആ അറിവിൽ നിന്ന്, ആ അല്ലാഹുവിന്റെ അടുക്കലുള്ള ആ അറിവിൽ നിന്ന് അല്പഭാഗമല്ലാതെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഓർത്തു വെച്ചോ, നമ്മളൊക്കെ തികഞ്ഞോലാന്നൊരു ധാരണ നമുക്ക് വേണ്ട. അത് അഹങ്കാരാണ്. നമ്മളെ പരിമിതി എന്താ അറിയോ? മനുഷ്യന്റെ പരിമിതി എന്ന് പറയുന്നത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യം നമുക്ക് കിട്ടാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ഞാൻ ഈ കണ്ണട വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? കാഴ്ച കുറച്ച് കുറഞ്ഞു മങ്ങിയത് കൊണ്ടാണ്. ഈ സൗകര്യം ഇല്ലെങ്കിൽ എനിക്ക് കഴിയില്ല. ഈ നോട്ടം തന്നെ നോക്കിയാൽ എത്ര കാണാൻ പറ്റുള്ളൂ ദൂരം. എന്റെ കേൾവി, ഈ സൗണ്ട് ഇവിടെ പരിസരത്തെ കേൾക്കുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ആൾക്കാർക്ക് കേൾക്കാൻ കഴിയില്ല. നമുക്കൊക്കെ പരിമിതിയുണ്ട്, കണ്ണിനും കാതിനും ഒക്കെ പരിമിതി. ആ പരിമിതി നമ്മുടെ അറിവുകൾക്കും ഉണ്ടാകും. വലിയ സംഭവമായിട്ട് പറയല് ശാസ്ത്രമാണ്. എന്നാൽ ശാസ്ത്രത്തിന് കൃത്യമായി പരിമിതികളുണ്ട് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ശാസ്ത്രം വർക്ക് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ്, 3 രൂപത്തിലാണ്. ഞാനിത് പറയുന്നത് ഓർത്തു വെക്കണം. അതായത് മതം അപ്ഡേറ്റ് അല്ല, അത് 6-ാം നൂറ്റാണ്ടിലുള്ളതാണ്. അതൊന്നും പുതിയ തലമുറക്ക് പറ്റൂല, പുതിയ കാലത്തിന് പറ്റൂല എന്ന് വിചാരിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ശാസ്ത്രത്തിന്റെ പിന്നാലെ പോകുന്നവരോടാണ് ഞാൻ പറയുന്നത്. ശാസ്ത്രം വർക്ക് ചെയ്യുന്നത് 3 വിധമാണ്. ഒന്ന് റിട്രാക്ഷൻ ആണ്, അഥവാ വിഡ്രോവലാണ്, അഥവാ പിൻവലിക്കലാണ്. കുറെ കാര്യം കണ്ടുപിടിക്കും.
ഇപ്പൊ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലൂട്ടോ 9ാമത്തതാണ് എന്നതായിരുന്നു, അത് പിൻവലിക്കുന്നു. ഒരു വർഷം തന്നെ 1 മില്യൺ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്ത് നടക്കുന്നുണ്ട് എന്നാണ്. അതിൽ എത്രയോ മടങ്ങ് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത് എന്താ? അമെൻമെന്റുകളാണ്, അഥവാ കറക്ഷനുകളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ പീരിയോഡിക് ടേബിള് ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല, 118ആയി. ഇപ്പോ ഇനിയും അത് കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഘടകം എന്താ? മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ശാസ്ത്രം കണ്ടെത്തിയില് ഒരു ഭാഗം പിൻവലിക്കും, മറ്റൊരു ഭാഗം അമെൻമെന്റുകൾ വരുത്തും. മൂന്നാമത്തത് എന്താ? അത് അഡ്വാൻസ്മെന്റ് ആണ്, അതായത് ഇന്നോവേഷൻ ആണ്, അഥവാ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. അഥവാ അപൂർവം കുറച്ച് കാര്യങ്ങളാണെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത്, അത് ശരിയായിട്ട് വരാറുള്ളത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിന്റെ പോയിന്റ് എന്താ അറിയോ? മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരം വെച്ചുകൊണ്ടേ ചിന്തിക്കാൻ കഴിയൂ. പിന്നെ കുറെ ഉപകരണങ്ങളുടെ സൗകര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി കണ്ടെത്താൻ പറ്റും. അതിനപ്പുറത്തുള്ളത് മനുഷ്യന് അറിയില്ല. അതുകൊണ്ട് ആ കാലത്തെ പറ്റി നമുക്കറിയില്ല എന്നതുകൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മള് ശരീരത്തിന്റെ ഉള്ളില് മാരകമായ ഒരു അസുഖമുണ്ട്. നമ്മൾ സ്കാനിങ് കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അതിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് പോയി, അദ്ദേഹം ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഭാഷ പിടിക്കണത്, അത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഇല്ല. ഞാനില്ല എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള അസുഖം ഇല്ലാതാവുമോ? അത് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും അത്. പക്ഷെ അമ്മക്കറിയില്ല, നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. അത്ര പരിമിതമാണ് നമ്മൾ മനസ്സിലാക്കണം. സയൻസ് എന്നാൽ ഇന്നോവേഷൻ മാത്രമല്ല, അതിൽ റിട്രാക്ഷൻ ഉണ്ട്, അതിൽ അമെൻമെന്റുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ശാസ്ത്രം തിരുത്തിയ എത്ര കാര്യങ്ങളുണ്ട്. ഭൂമിയാണ് നടുവിൽ എന്ന ടോളമിയുടെ വാദം കെപ്ലറും ഗലീലിയോയും തിരുത്തിയത് നമുക്കറിയാം. ഇപ്പോൾ മിൽക്കി വേ എന്ന കാഴ്ചപ്പാട് പോലും ഇന്ന് വികസിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആറ്റം ആണ് ചെറിയ പാർട്ടിക്കിൾ എന്നത് മാറി ഇപ്പോൾ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇങ്ങനെ പോയി ഇപ്പോൾ ഇതാ കോർക്കായി, അതും ഡിവൈഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആന്റി കോർക്കുകളായി അവിടെ നിന്നും ഡിവൈഡ് ചെയ്തു പോകുമെന്നതാണ്. അപ്പൊ എന്താ വിഷയം? കാലം മുന്നോട്ട് പോകും തോറും മനുഷ്യൻ അവൻ കണ്ടെത്തലുകൾ പലപ്പോഴും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത്ര വിശദമായി പറയാൻ കാരണം എന്താ അറിയോ? നമുക്ക് പരിമിതി ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. തൊഴില്, അറിവ്, അനുഭവം, ചുറ്റുപാട്, ഇതെല്ലാം നമ്മുടെ ചിന്തയെ എന്ത് ചെയ്യും? സ്വാധീനിക്കും. ഇപ്പൊ വിദേശത്ത് പോയ ആൾക്കാരും വിദേശത്ത് പോകാത്ത ആൾക്കാരും തമ്മിൽ വ്യത്യാസമല്ലേ? ഉണ്ട്. എയർപോർട്ടിൽ പോയവനും വിമാനത്ത് കയറിയവനും തമ്മിൽ വ്യത്യാസമല്ലേ? അനുഭവത്തിൽ വ്യത്യാസമല്ലേ? കേരളത്തിൽ മാത്രം ജീവിച്ചവനും കേരളത്തിന് പുറത്ത് ജീവിച്ചവനും തമ്മിൽ വ്യത്യാസമല്ലേ? വിഷയങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് വ്യത്യാസമല്ലേ? ഒരു കർഷകന്റെ ബുദ്ധിയല്ല ആർക്കുണ്ടാകുക, ഒരു ഡോക്ടർക്ക് ഉണ്ടാകുക. അത് ആപേക്ഷികമാണ്. ഒരു ഡോക്ടറുടെ ചിന്തയല്ല ഒരു എഞ്ചിനീയർക്ക് ഉണ്ടാകുക, ഒരു എഞ്ചിനീയറുടെ മാനസിക വിശാലതയല്ല ഒരു അധ്യാപകൻ ഉണ്ടാകുക. ഓരോരുത്തരുടെയും തലവും അറിവും കഴിവും പരിചയവും ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധി പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടലാണ്, അത് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കലാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും, അതാ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ബുദ്ധിക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. ആര് പറഞ്ഞു? ബുദ്ധിക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. എന്താണ് ആ സ്ഥാനം? ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടോ അല്ലേ? ഈ ഖുർആൻ ശരിയാണോ അല്ലേ? നിങ്ങൾ ഇത് ചിന്തിച്ചോളി, പഠിച്ചോളി. എന്നിട്ട് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ചിട്ട് അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലായാൽ പിന്നെ അത് വിശ്വസിക്കണം എന്നാണ്. പിന്നെ അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ഖുർആനിലുള്ളത് എന്റെ ബുദ്ധിക്ക് പറ്റണില്ല എന്ന് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. വിഷയത്തിന്റെ വ്യത്യാസം മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, നാടൻ ഉദാഹരണം പറയാം. അപ്പൊ നമുക്കൊക്കെ അസുഖം ഉണ്ടാവില്ലേ? പലപ്പോഴും അസുഖം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുക, തൊട്ടടുത്തൊരു ക്ലിനിക്ക് പോകും. ക്ലിനിക്ക് പോയിട്ട് നമ്മൾ അവിടെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവർ ചികിത്സിച്ച് നോക്കി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരാം, അങ്ങ് കുറച്ച് ഗുരുതരമായ പ്രശ്നമുണ്ട്, അടിയന്തരമായിട്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം. നമ്മളവിടെ പോയി ചെന്ന ഉടനെ ഡോക്ടർ പറഞ്ഞെന്ത്, നിങ്ങൾക്കൊരു ഓപ്പറേഷൻ വേണം, മേജർ സർജറി ചെയ്യണം, വൈകാതെ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ശരിയെന്നും പറഞ്ഞ് പോകുന്നു. പിന്നെ നമ്മൾ വേറെ കുറേ ഡോക്ടർമാരടുത്ത് പോയി, നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് കണ്ട്, നമ്മൾ അറിവ് അന്വേഷിച്ചുകൊണ്ട്, നമുക്ക് പരിചയമുള്ളവരൊക്കെ ചെയ്യും, നമ്മളെ കുടുംബത്തിലെ ഡോക്ടർമാരോടൊക്കെ അന്വേഷിച്ചു. എവിടെ ചെന്നാലും അവർ പറയണത് എന്താ അറിയോ? ഈ കടലാസ് നോക്കിയിട്ട് പറയും, ആ മെഡിക്കൽ കോളേജിൽ ആ ഡോക്ടറല്ലേ നിങ്ങൾ കണ്ടത്? ഇന്ന് കേരളത്തിൽ ഈ അസുഖത്തിന് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ അയാളാണ്. ഇതെല്ലാവരും ഏക സ്വരത്തിൽ ആ വർത്താനം പറയുന്നത്. നമ്മളെന്താ ചെയ്യുക? നമ്മൾ അവസാനം പിടിക്കന്നെ മടങ്ങൂലേ? അവിടെ മടങ്ങുന്നു മാത്രമല്ല, അയാൾ ഡേറ്റ് വേഗം വാങ്ങിയാണ്ട് എന്ത് ചെയ്യും? ഓപ്പറേഷന് തയ്യാറാവൂലേ? അവിടെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ തയ്യാറായി നമ്മളെ സ്ട്രക്ചറിൽ ഇങ്ങനെ ഉന്തി കൊണ്ടുപോവാണ് തിയേറ്റർക്ക്. അവിടെ കൊണ്ടുപോയിട്ട് അങ്ങക്ക് അനസ്തേഷ്യ ഇറണം, നിങ്ങളെ ബോധം കെടുത്താൻ പോവുകയാണ് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കണം, എന്തിനാ ബോധം കെടുത്തണേ? അവർ പറഞ്ഞു തരും. അതിൻ്റെ സയൻസ് എന്താ,
അതിന്റെ ശാസ്ത്രം എന്താ, ഏത് ബുക്കിലാണ് ഉള്ളത് ചോദിക്കലുണ്ട് ആരെങ്കിലും? ബോധം കെടുത്ത് അന്ന് കെടുത്തിക്കോളി അല്ലേ? എന്തിനാണ് കടന്നു കൊടുക്കല്ലേ? നമ്മുടെ ജീവനാണ് കടന്നു കൊടുക്കുന്നത്. ആരെ മുമ്പിലാണ് കടന്നു കൊടുക്കുന്നത്? തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരു ഡോക്ടറെ മുമ്പിൽ. ഡോക്ടർമാർ എത്ര വിദഗ്ധന്മാരാണെങ്കിലും തെറ്റുപറ്റും. എന്നിട്ട് പോലും നമ്മുടെ ജീവൻ അവരുടെ മുമ്പിലാണ് കിടന്നുകൂടി. എവിടെ മുറിക്കണ്ടു വെച്ചാൽ മുറിച്ചോ, ഏതാ മാറ്റണ്ടു വെച്ചാൽ മാറ്റിക്കോ അല്ലേ? എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ശരി, അതിൽ കഴിഞ്ഞാൽ തൊട്ട് മുമ്പിൽ ആളുകൾ കാത്തുക്കുണ്ടാവും, കുടുംബങ്ങൾ. എന്നിട്ട് നമ്മളിങ്ങനെ ഫോൺ ചെയ്യും, എന്താ വർത്താനം? ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് 5 മണിക്കൂറേലും വേണ്ടി വരുന്നതാണ്. ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാൻ പറ്റൂല എന്നാ. ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് ഒക്കെ ഡോക്ടർ പറഞ്ഞതാണ്, വേറെ അതിന്റെ അന്വേഷണമൊന്നും നമ്മൾ നടത്തലില്ലല്ലോ. ഞാൻ അത് ഇത്ര ലളിതമായി പറയണത് എന്താ അറിയോ? നമ്മളെ ബുദ്ധി എവിടെയാണ് നമ്മൾ ഉപയോഗിച്ചത്? ആ ഡോക്ടർ അതിന് യോഗ്യനാണോ എന്ന് അന്വേഷിക്കാൻ നമ്മൾ എന്ത് ചെയ്ത് ബുദ്ധി ഉപയോഗിച്ചു. പക്ഷെ ഡോക്ടർ ആണ് എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ആ ഡോക്ടർക്കാണ് കീഴ്പ്പെടുക ചെയ്തത്. അത് തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഡോക്ടറാണ് എന്ന് ഞങ്ങൾ ആലോചിക്കും. ഈ ഡോക്ടറെ പരിഗണന പോലും പടച്ചോന് കൊടുക്കാത്ത മനുഷ്യന്മാരെ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. അള്ളാഹ് പറയണത് നമ്മളെന്ത് ചെയ്തു? ചിന്തിച്ചു, ആലോചിച്ചു. സൂര്യനെ കുറിച്ചും ഈ ഭൂമിയെ കുറിച്ചും അണ്ടകടാഹങ്ങളെ കുറിച്ചും ആലോചിച്ചു. അപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടു, പടച്ചോനെ ഇതിന്റെ പിന്നിൽ സൃഷ്ടാവുണ്ട്, ഒരു അള്ളയുണ്ട്. ആ അള്ള ഇറക്കിയതാണ് ഈ വേദഗ്രന്ഥം, ഈ വിശുദ്ധ ഖുർആന്. അതുകൊണ്ട് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഞാനിതാ മുസ്ലിം ആയിരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഖുർആനിൽ വന്ന ഒരായത്ത്, ഹദീസിൽ വന്ന ഒരു സംഭവം, അത് പിന്നെ ഇതെന്താ അതിന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല എന്ന് പറയാൻ പാടില്ല. അതാണ് നമ്മൾ ഈ പറയുന്ന വിഷയം. മനസ്സിലാവേണ്ട വിഷയം. എന്നിട്ട് ഇത് പറഞ്ഞാൽ പറയുന്നത് ഇതാ ഇവര് പറയണത് ബുദ്ധിക്ക് ഇസ്ലാമിൽ സ്ഥാനമല്ല എന്നാ പറയണത്. ആര് പറഞ്ഞു? സ്ഥാനമുണ്ട്. അത് പ്രമാണം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ പാടില്ല. ഇനി ഖുർആന്റെ ആയത്ത് വേണമെങ്കിൽ തെളിവാണോ? ദാ കേട്ടോളി. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا وما كان لمؤمن ولا مؤمنة ഒരു മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ അവർക്കുണ്ടാകാൻ പാടില്ല ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അല്ലാഹും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം ആ കാര്യത്തിൽ പിന്നെ ഒരു ഖിയറത്ത് ഉണ്ടാകാൻ പാടില്ല, ഒരു ചോയ്സ് ഉണ്ടാകാൻ പാടില്ല, ഒരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹും റസൂലും പറഞ്ഞത് പൂർണ്ണമായി അവർ സ്വീകരിക്കണം. അങ്ങനെയല്ലെങ്കിലോ വമൻ യഅസില്ലാഹ വറസൂലഹു അല്ലാഹുവിനെയും റസൂലിനെയും അവരെങ്ങാനും ധിക്കരിച്ചാൽ ഫഖദ് ളല്ല ളലാലം മുബീനാ അവർ വ്യക്തമായ വഴികേടിലായിരിക്കും എന്നാണ്. എഴുതി വെച്ചോ, ഖുർആനിലുള്ളതനുസരിച്ച് അങ്ങനെയാണ് ജീവിക്കണം. അപ്പൊ ഖുർആന് കീഴ്പ്പെടലാണ് യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത്. മനസ്സിലായപ്പോ? ബുദ്ധിക്ക് അസംഭവമായ ഒന്നും ഖുർആനിലോ ഹദീസിലോ ഇല്ലാന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. നമ്മളെക്കാളും വരാൻ പോണ കാര്യങ്ങൾ അറിയണ പടച്ചോൻ ഇറക്കിയതല്ലേ ഈ വഹി. ആ അള്ളാഹുല് അതല്ലേ ശരിക്കുള്ള മുസ്ലിം എന്ന് പറയുന്നത്. ഇത് അതൊന്നും അല്ലേ, എനിക്ക് ഇനി അതൊക്കെ ഉണ്ട്, അതിലുള്ളതൊക്കെ ഉണ്ട്, പിന്നെ എൻ്റെ ബുദ്ധിക്ക് പറ്റിയാലേ എടുക്കുള്ളൂ എന്ന് പറയുന്ന രീതി ശരിയല്ല. എന്നാൽ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഒരു പക്ഷേ ഖുർആനിൽ നമ്മൾ കണ്ടേക്കാം, ഹദീസിൽ നമ്മൾ കണ്ടേക്കാം. അതാണ് ബുദ്ധിക്കെതിര് എന്ന് ചില ആൾക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. നരകത്തിന്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു മരമുണ്ട് എന്ന് ഹദീസിലല്ലുള്ളത്, ആയത്തിലുള്ളത്. അപ്പൊ നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എന്താ തോന്നുക? എങ്ങനെ പിന്നെ തീയിലെങ്ങനെ മരം മുളക്കുക? ഇപ്പൊ അമേരിക്ക കത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്ര ദിവസമായി ഇപ്പോഴും തീർന്നിട്ടില്ല. അവിടെ കത്തുകയാണ്, സാരമാകുകയാണ്. അപ്പൊ കത്തുന്ന സാധനത്തിൽ എങ്ങനെ മരം ഉണ്ടാകുക? നമ്മളെ ബുദ്ധിക്ക് പറ്റിയിട്ടുണ്ടോ? പക്ഷെ അത് നമ്മളെ ബുദ്ധിക്കും പറ്റും. അത് ആലോചിച്ചാൽ എന്താ? ഇബ്രാഹിം നബി തീ പോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തീ പോയപ്പോ തീയിനോട് പടച്ചോൻ എന്ത് പറഞ്ഞു? തണുപ്പാകാൻ പറഞ്ഞു. ഇബ്രാഹിം നബി രക്ഷപ്പെട്ടു. അപ്പൊ ഈ തീയിന് തണുപ്പാകുക, ചൂടാകുക എന്നുള്ള കഴിവ് കൊടുക്കണത് ആരാ? പടച്ചോനല്ലേ. അള്ളാഹ്ക്ക് അത് പിൻവലിക്കാൻ കഴിയില്ലേ? എന്താ പ്രശ്നം? അതുപോലെ നരകത്തിൽ വേറൊരു അവസ്ഥയാണ്, വേറൊരു ലോകമാണത്. അത് ഉൾക്കൊള്ളാൻ നമ്മൾക്ക് കൊണ്ട് കഴിയില്ല പറഞ്ഞാലോ? അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നു നമ്മളെ ബുദ്ധിക്കെതിരാണ്. ഇപ്പൊ യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി, ഖുർആന്റെ ആയത്തിലുള്ളതാണ്. നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എന്താ? ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി എന്ന് മാത്രമല്ല, അതും ആഴക്കടലില്. ശ്വാസം കിട്ടുമോ അയാൾക്ക്? കിട്ടുമോ? പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? മത്സ്യം തുപ്പി, ഒരു കുഴപ്പമില്ലാതെ. അത് അള്ളാഹ് വിചാരിച്ചാൽ കഴിയും. പടച്ചോന് കഴിയാത്ത ഒന്നുമില്ല എന്ന് വിശ്വസിച്ച ആൾക്ക് എന്താ പ്രശ്നം? ഇസ്രാ മിഅ്റാജിന്റെ വിഷയം റസൂലുള്ളാഹിന്റെ പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറയണെന്ത്? അറിഞ്ഞില്ലേ, വിവരം അറിഞ്ഞില്ലേ? ഞങ്ങൾ എപ്പോ പറയാൻ തുടങ്ങിയതാ?
നിങ്ങൾ ഈ വിശ്വസിക്കുന്ന മുഹമ്മദ് ഉണ്ടല്ലോ, അദ്ദേഹം ഓരോ ഭ്രാന്ത് വിളിച്ചു പറയണമെന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലം, ഇപ്പൊ തെളിവ് കിട്ടിയാർ. ഏതാ തെളിവ് ചോദിച്ചു? അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്താ പ്രസ്താവന? ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, അവിടുന്ന് ആകാശത്ത് പോയി തിരിച്ചു വന്നു. അതാണ് ഇസ്രാ മിഅ്റാജ് യാത്ര. ഇപ്പൊ മനസ്സിലായില്ല അദ്ദേഹത്തിന് വെളിവില്ല. അതിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. നമ്മളെ നാട്ടിൽ ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ പറയാ, എന്നാ ഞാൻ ആ നബിയിൽ വിശ്വസിക്കുന്നില്ല, അറിയാം, അതൊന്നും ശരിയാവില്ല, നടക്കൂല എന്നാ പറയാം അല്ലേ. എന്നാ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത് എന്താ അറിയോ? അങ്ങനെ നബി പറഞ്ഞു ചോദിച്ചു. ചോദ്യത്തിലുള്ളൂ, എന്റെ മുത്തുനബി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്നാൽ ഇതാ ഈ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു. അന്ന് മുതലാണ് അബൂബക്കർ സിദ്ദീഖ്, സത്യപ്പെടുത്തിയവൻ എന്ന പേര് അബൂബക്കർ റളിയല്ലാഹുവിന് കിട്ടിയത്. ഇതാ സുഹൃത്തുക്കളെ മുഅ്മിനീങ്ങളുടെ രീതി എന്ന് പറയുന്നത്. അല്ലാതെ എന്റെ ബുദ്ധിക്ക് അത് പറ്റൂല എന്ന് പറഞ്ഞ് മാറ്റിയേക്കാൻ പാടില്ല. ഖുർആനിലും ആയത്തിലും ഹദീസിലും വന്നൊരു കാര്യം നമ്മുടെ ബുദ്ധിക്ക് പറ്റുമല്ലേ എന്നുള്ള, അല്ലാതെ അള്ളയും റസൂലും പറഞ്ഞാണ്. ഒരുപക്ഷെ ഇപ്പൊ നമുക്കത് കണ്ടെത്താൻ പറ്റില്ല, ഈ ഭാവിയിൽ കണ്ടെത്താൻ നമുക്ക് സാധിച്ചു എന്ന് വന്നേക്കാം സുഹൃത്തുക്കളെ. അപ്പൊ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ഈ ഒരു മർമ്മം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്നാണ്. അപ്പോൾ ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിലുള്ളത് നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ അറബിയിൽ എഴുതിയതൊക്കെ പ്രമാണമാണെന്ന് ഇവിടെ ആരും പറയണില്ല. ബുദ്ധിയും പ്രമാണവും മാറ്റുരച്ച് നോക്കിയാൽ പ്രമാണത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിങ്ങനെ പരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കാന്ന് പറയുന്ന രീതി എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന വിഷയം നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ 2-3 കാര്യങ്ങൾ കൂടി പറയാണ് സുഹൃത്തുക്കൾ. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചാണ് പിരിയാം. എന്താണെന്നറിയോ, ഇപ്പൊ ഇസ്ലാമോഫോബിയ ഉണ്ട്. ആ ഇസ്ലാമോഫോബിയയുടെ വക്താക്കളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഇസ്ലാമോഫോബിയയുടെ പല അടരുകളുണ്ട്. അതിന് ഒരടല എന്താ അറിയോ, ഇവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ കാരണക്കാർ മുസ്ലിങ്ങളാണെന്ന് പറയുന്നൊരു സ്വഭാവം. അതിപ്പോൾ കുറച്ചായിട്ട് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാലും ഭൂരിപക്ഷം കിട്ടിയാലും അത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ടാണ്, അവിടുത്തെ SDP വോട്ടാണ്. ലക്ഷക്കണക്കിന് വോട്ടിനാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ജയിച്ചത്. ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് ആകെ 5000 ചില്ലാനം വോട്ട് പ്രതിനിധികളാണ് അവർക്കുള്ളത്. ഓരടക്കം അവകാശപ്പെടില്ല അത്ര ആളുണ്ട്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? എന്നിട്ട് പറയുന്നത് ഭീകരവാദികളെ വോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ എന്തോ ഒരു കുഴപ്പക്കാരാണ് എന്നുള്ളത് ഇവിടുത്തെ ഭരണകൂടം തന്നെ പറയുന്നൊരു സാഹചര്യം ഇവിടെ നാട്ടിലുണ്ട്. ഗുരുതരമാണ് ആ വിഷയം. എന്തിൻ്റെ പിന്നിൽ മുസ്ലിങ്ങളാണെന്ന് പറയാം, ഇസ്ലാമിക ഭരണമാണ് പ്രശ്നം എന്ന് പറയാം. അപ്പോൾ ഇസ്ലാമിക ഭരണം കുഴപ്പമാണെന്നുള്ള രൂപമാണല്ലോ വരിക. അതാര് പറയുന്നു എന്നുള്ളത് പോട്ടെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ശരിയല്ല. വേറെ ഒന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു മറുപക്ഷമുണ്ട്. അതിപ്പോൾ ജമാഅത്ത് സുഹൃത്തുക്കളോട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ പറയാറുള്ളത്, അവരും അതുപോലെ മുസ്ലിം സംഘടനകളും തമ്മിൽ പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്നുള്ളതൊന്നുമല്ല, ഇന്നലെ ഉള്ളതല്ല, പഴയ കാലത്തുള്ള തന്നെ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറയുന്നത്, ഈ ഇസ്ലാമോഫോബിയൊക്കെ ഉള്ള കാലത്ത് മുസ്ലിങ്ങൾക്ക് നേരെ എല്ലാവരും ഒരുമിച്ച് ഈ ഫാസിസം പത്തിയുടർത്തി നിൽക്കുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതൊന്നും പറയാൻ പാടില്ല. ഞാൻ പറയുന്നത്, അങ്ങനെ തീരുമാനിച്ചാൽ ഖിയാമത്ത് നാൾ വരെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ കഴിയില്ല. അതൊന്നും ശരി, അത് ഇസ്ലാമോഫോബിയയുടെ ഒരു ഇരവാദം മുഴക്കലാണത്. അത് വേറെ. മുസ്ലിങ്ങൾ ബാധിക്കുന്ന ഒന്നിച്ചുള്ള വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം. അത് മുജാഹിദീങ്ങൾക്കും ജമാഅത്തേർക്കും സുന്നിയക്കും ഒക്കെ ഒന്നിച്ച് നിൽക്കാം, ഒരു പ്രശ്നമല്ല. പക്ഷെ മതപരമായ തർക്കങ്ങളും വിഷയങ്ങളും ഉള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നേ വേണം, അത് തിരുത്തന്നെ വേണം. അത് പറയുമ്പോൾ എന്ത് ചെയ്യണം, ഗുണകാംക്ഷം വേണം. അത് മാനമര്യാദക്ക് പറയണം, ആരെയും ആക്ഷേപിക്കാൻ പോകണ്ട, കടിച്ചു പറിക്കാൻ പോകണ്ട. അല്ലെങ്കിൽ അപ്പോഴല്ലേ വസ്തുത മനസ്സിലാവുള്ളൂ. ഇപ്പം എന്താ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. CM മടവൂര് പടച്ചോനാന്നാ പറയുന്നത്. അത് പടച്ചോനാണ് അറിയുമ്പോൾ എന്നാ ഓല് പറഞ്ഞോട്ടെ. ഇപ്പൊ ഇസ്ലാമോഫോബിയന്റെ കാലാണ്, കേന്ദ്രത്തിൽ വർഗീയ ശക്തികൾ ഭരിക്കണ കാലാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ ഇതൊന്നും പറയേണ്ട അറിയാൻ പറ്റുമോ? തെറ്റ് തിരുത്തണം, എന്നെങ്കിലും അള്ളാന്റെ കാവല് നമുക്ക് ഉണ്ടാവുള്ളൂ, പടച്ചോന്റെ കാവല് കിട്ടുള്ളൂ. അപ്പൊ തെറ്റ് തിരുത്തുക എന്നത് ഇസ്ലാമോഫോബിയ ഉള്ളതുകൊണ്ട് പാടില്ല എന്ന് പറയുന്ന വാദം തല്ല, ശരിയായ വാദമല്ല. വേറൊരു ഇസ്ലാമോഫോബിയും കൂടി ഉണ്ട് ഇവിടെ. മൂന്നാമത്തെ അതെന്താ അറിയോ, ഖുർആനിലും ഹദീസിലുള്ളതൊക്കെ സ്വീകരിച്ചാൽ ആകെ പേടിയാവും. ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യമാണത്. സ്വഹീഹായ ഹദീസിലുള്ളത് എല്ലാതും നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ നിർഭയത്വം പോകും, ആകെ പേടിയാവും. ഇത് വേറൊരു ഇസ്ലാമോഫോബിയാണ്, ഇസ്ലാം പേടിയാണത്. എഴുതി വെച്ചോളിയും, ഖുർആനിലും ഹദീസിലുള്ളത് വിശ്വസിച്ചാൽ പേടിയാകണ ഒരാൾ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്താ ഈ പറയണത്? ഇസ്ലാമിനെ പുറത്തുനിന്നുള്ള ആൾക്കാർ പേടിച്ച, ഉള്ളിലുള്ള ആൾക്കാർക്ക് ഖുർആനും ഹദീസിനും പേടി. അതിലുള്ളത് മുഴുവൻ പറയാൻ പറ്റൂല. അങ്ങനെയൊന്നുമില്ല. അത് സ്വഹീഹാണോ അത് വിശ്വസിക്കണം നമ്മൾ.
അതിൽ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. തൗഹീദുള്ളവർക്ക് ഒന്നും ഭയപ്പെടാനില്ല സുഹൃത്തുക്കളെ. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. വിശ്വാസികള് വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരവരുടെ വിശ്വാസത്തിൽ ളുൽമ കലർത്താതിരിക്കുകയും ചെയ്താൽ, ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്താൽ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാകുന്നു നിർഭയത്വം, അവര് തന്നെയാകുന്നു നേർമാർഗത്തിന്റെ വഴിയിൽ എന്നാണ്. അപ്പൊ ഈ വിശ്വാസമുള്ള തൗഹീദുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വണ്ടി എടുത്തുങ്ങാണ്ട് റോട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ചണ്ട് ഓടിയ അവന് ബേജാറില്ല. മനസ്സിലായിക്കൂടി? അതേപോലെ ഒരു കോഴിമുട്ടം എന്തേലും അരഞ്ഞുകാണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ ആ മുസ്ലിമിന് ഒരു ബേജാറുമില്ല. അതുപോലെ തന്നെ മന്ത്രവാദികൾ അത് പേടിക്കൂല, ജിന്നുമ്മമാരെ പേടിക്കൂല. കരിങ്കണ്ണ നോക്കടാ എന്ന് എവിടെയെങ്കിലും ഒരു പലക എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേജാറും വിശ്വാസികൾക്ക് ഉണ്ടാവൂല. കാരണം എന്താ അറിയോ? അഭൗതിക വഴിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് കൊണ്ടുവരാൻ ആർക്കേ കഴിയുള്ളൂ? ഈ കോഴിമുട്ടക്കും കഴിയില്ല, ഈ ചരടനും കഴിയില്ല, ഈ മന്ത്രവാദിക്കും കഴിയില്ല, ഈ കറുത്ത പൂച്ചക്കും കഴിയില്ല, ഈ കരിങ്കണ്ണ നോക്കട എന്ന് എഴുതി വെച്ച പലകക്കും കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ഈ ബോധം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാഹ്ക്ക് മാത്രമല്ല ഇവിടെ വേറെ പല ആൾക്കാർക്കും പലതിനും സാധിക്കും എന്ന് വിശ്വസിച്ചപ്പോഴാണ് ഇവിടെ വലിയ വിഭാഗത്തിന് പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ടാണ് CM മടവൂര് പടച്ചോനാണെന്ന് വിശ്വസിക്കേണ്ട അവസ്ഥ വന്നത്. കൊടുത്ത കഴിവല്ലേ എന്നാ ചോദ്യം. ഈ കൊടുത്ത കഴിവ് എന്നുള്ള വർത്താനം പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഇപ്പൊ ആൾക്കാർ പറയണത്, പാട്ടുണ്ടാക്കിയ ആൾക്കാർ പറയണത്, എന്താ കൊടുത്തൂടെ പടച്ചോൻ, ഇപ്പൊ എന്താ നിജി കുറച്ചു കാലം പടച്ചോനെ ആയിക്കോന്ന് കണ്ട് കൈ കൊടുത്താൽ എന്താ കുഴപ്പം? ഇതാ അവർ ഉസ്താദന്മാരോട് തിരിച്ചു ചോദിക്കണ ചോദ്യം. എവിടെ എത്തി നമ്മള്? ഇതാ അവസ്ഥ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഒരു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഥവാ അഭൗതികമായ വഴിയിലൂടെ ഒരു സൃഷ്ടിക്കും നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തിനാ നമ്മൾ ബേജാറാകേണ്ട കാര്യം? അപ്പൊ ആൾക്കാർക്ക് ഒരു സംശയം, എന്ത് ഈ സിഹിർ ഫലിക്കുന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കണില്ലേ? അത് അഭൗതികമായ വഴിയിലൂടെ അല്ലേ? അത് പിശാചിനെ ഉപയോഗിച്ചുകൊണ്ടല്ലേ ആൾക്കാർ ചെയ്യുന്നത്? പിശാചിന്റെ ഇടപെടൽ അഭൗതിക വഴിയിലൂടെ അല്ലേ? അത് തെറ്റാണ്. ആ വിശ്വാസം തെറ്റാണ്. അല്ല, അഭൗതികമായിട്ട് അള്ള മാത്രമേ ഉള്ളൂ. കാര്യകാരണ ബന്ധത്തിന്റെ പുറത്ത് പടച്ചോ മാത്രമേ ഉള്ളൂ. ബാക്കി സൃഷ്ടികൾ മുഴുവൻ, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, വേറെ എന്താകട്ടെ, തേളാകട്ടെ, പാമ്പാകട്ടെ, പശു ആകട്ടെ, സർപ്പാകട്ടെ, എന്താകട്ടെ, അതൊക്കെ അതിന്റെ താഴെയാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ള ഉപദ്രവിക്കണ പോലെയല്ല, അത് അഭൗതികമായ വഴിയിലൂടെ അല്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ നമ്മൾ തിരുത്തണം. ഈ സിഹറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആയത്തിൽ എന്താ പറഞ്ഞേ? അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും തന്നെ അതുകൊണ്ട് അവർ ഒരു ഉപദ്രവവും വരുത്തുകയില്ല തന്നെ. അവരെന്തെങ്കിലും ഈ ശൈത്താന്മാരെ ഉപയോഗിച്ച് ഈ സാഹിറുകൾ എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അള്ളാന്റെ അനുമതി കൊണ്ട് മാത്രമേ നടക്കുള്ളൂ എന്നാ, അല്ലാതെ അള്ളാന്റെ അനുമതി ഇല്ലാതെ നടക്കൂല. അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവമാണ് എന്നാ. അതിനെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമല്ല. അപ്പൊ പറയുന്നത് സിഹറുണ്ട് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസാവൂലേ? സുഹൃത്തുക്കളെ, എന്തായി പറയുന്നത്? എന്നിട്ട് അവൻ സിഹറിന്റെ ആൾക്കാരാണെന്ന്, അവൻ ജിന്നിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. എന്തൊരു ഗുരുതരമായ അവസ്ഥ. ഇപ്പൊ ഒരാൾ പറയണത് വ്യഭിചരിച്ച കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ സിമ്പിളായിട്ട് പറയാം, വ്യഭിചരിച്ച കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ മറ്റോ പോയിട്ട് പ്രചരിപ്പിക്കണെന്ത്? ഇന്നലെ ഇവിടെ അഷ്റഫ് വന്ന് പ്രസംഗിച്ചിരുന്നു, വ്യഭിചരിച്ച കുട്ടി ഉണ്ടാവും. ഇപ്പോലെ പരിപാടി വ്യഭിചരിക്കാന്നാ പറയണത്. വ്യഭിചരിച്ച കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാന്നാണോ അതിൻ്റെ അർത്ഥം? ആണോ? വ്യഭിചരിച്ച കുട്ടി ഉണ്ടാവും, പക്ഷെ അതെന്താണ്? തെറ്റാണ്. വിവാഹം കഴിച്ചാലും കുട്ടി ഉണ്ടാവും, പക്ഷെ അത് ശരിയാണ്. അതല്ലേ ശരി? ഇതേപോലെ സിഹിർ ഫലിക്കും എന്ന് പറഞ്ഞാൽ സിഹിർ ചെയ്യാമെന്നല്ല, അത് മഹാപാപമാണ്, കുറ്റമാണ്, തെറ്റാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ വധശിക്ഷ വരെ കിട്ടുന്ന വിഷയമാണ്. അത് പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നാൽ അതിന് ഫലമുണ്ടോ? ഖുർആനിലുണ്ട്, ഉണ്ടാവുന്നു, ഹദീസുകളിലുണ്ട് എന്ന് അത് വിശ്വസിക്കുക. എന്തായാലും കുഴപ്പം? അപ്പൊ നിർഭയത്വം പോകുന്നു. അങ്ങനെ പോണ നിർഭയത്തെ എങ്ങനെ? ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യം വിശ്വസിച്ചാൽ പേടിയാകുന്ന ആൾക്കാർ പറഞ്ഞു, അതാണ് ഇസ്ലാമോഫോബിയ എന്ന് ഞാൻ പറയുന്നത്. ശരിയല്ലത്? ഒന്നും സംഭവിക്കണില്ല. കാരണം എന്താ? അഭൗതികമായ വഴിയിലൂടെ പടച്ചോ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എന്തെങ്കിലും കാട്ടുള്ളൂ. ഇവർ ചെയ്യണമൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. അത് അള്ളാന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന വിഷയമാണ് സുഹൃത്തുക്കളെ, അല്ലാതെ ഒന്നുമല്ല. ഇപ്പൊ പാമ്പ് നമ്മളെ കൊത്താൻ വരിക, പേടിക്കൂലേ? പേടിക്കൂലേ? ഒരു മൂർഖം കൊത്താൻ വരുമ്പോ നമ്മൾ പേടിക്കൂലേ? ഓടൂലേ? സിർക്കാവൂ അത്? എന്നാൽ എപ്പോഴാ സിർക്കാവുക? ആ പാമ്പ് ഇനി കൊത്താതിരിക്കണമെങ്കിൽ ഇവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടാക്കണം, ആ പാമ്പിനെ പൂജിക്കണം,
അതിനെന്ത് ചെയ്യണം? ആ നിലക്കുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഒരാൾ ചെയ്യാലോ അത് ശിർക്കായി, ആ വിശ്വാസം മാറി. കാരണം ഈ പാമ്പിന് മറഞ്ഞ വഴിയിലൂടെ, അഭൗതിക വഴിയിലൂടെ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചപ്പോഴാണ് എന്താകണത്? അത് ശിർക്കാകണത്. അല്ലാതെ പാമ്പ് വന്ന് എന്നെ കൊത്തുന്ന് പേടിച്ചാൽ അത് ശിർക്കല്ല. എലിനെ പേടിക്കണ മനുഷ്യന്മാരുണ്ട്. എന്താ? എലിന്റെ മൂത്രം കൊണ്ട് എന്ത് ചെയ്യും? അസുഖം ഉണ്ടാവും. കുഴപ്പമില്ല, ആ പേടിക്കെന്താ കുഴപ്പമുള്ളത്? ശിർക്ക. എന്നാൽ ആ എലി ദൈവമാണ്, അതിനെന്തോ അഭൗതിക കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കായി. അതുപോലെ പിശാച്ചാണ് സിഹറിൽ പ്രവർത്തിക്കുന്നത്, അത് മുഖേനയാണ് ഈ സാഹിറുകൾ ചെയ്യുന്നത്. അത് കാര്യകാരണ ബന്ധത്തിനുള്ളിൽ, അവരുടെ സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ്. അത് വിശ്വസിച്ചാൽ എന്താ കുഴപ്പമുള്ളത്? എപ്പോഴാ കുഴപ്പമാകുക? അത് അള്ള ചെയ്യുന്നത് പോലെ മറഞ്ഞ വഴിയിലൂടെ, അഭൗതിക വഴിയിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ശൈത്താനയിൽ ഇടപെടുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. ഇത്രയുള്ള വിഷയം. എന്നിട്ട് ഇത് മനസ്സിലാകാതെയാണ് എന്ത് ചെയ്യണത്? പെട്ടെന്ന് എന്ത് ചെയ്യണത്? ഞാനത് വിശ്വസിക്കൂല, എത്ര ഹദീസ് ഉണ്ടായിട്ടും കാര്യമില്ല, ഞാനത് വിശ്വസിക്കൂല. ഇതിന് ഇസ്ലാമോഫോബിയ എന്നാ പറയാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കുക. ശരിക്ക് ഖുർആനിലും സുന്നത്തിലുള്ളത് അംഗീകരിക്കണതിന് ഒരു പേടിയും വേണ്ട. തൗഹീദുള്ള ഒരാൾക്ക് ഒരാളെയും പേടിക്കണ്ട, പൂച്ചനെയും പേടിക്കണ്ട, കോഴിമുട്ടനെയും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടും ചെറുതും ഉണ്ടായാലോ അതിന് ഇസ്ലാം ശരിക്കും പ്രതിവിധികൾ പറയുന്നുണ്ട്. ആയത്തുൽ കുർസിയുണ്ട്, മുഅവ്വദത്തൈനുണ്ട്, അതുപോലെ തന്നെ ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ശരിക്കും നിസ്കാരവും നോമ്പും കാര്യങ്ങളായിട്ട് ജീവിക്കുക, പ്രാർത്ഥിക്കുക പടച്ചവനോട്. അതിന് ഏലസ് കെട്ടാൻ പാടില്ല, അതിന് ജാറത്ത് പോകാൻ പാടില്ല, അതിന് സിദ്ധനെ തേടി പോകാൻ പാടില്ല, അതിന് സിർക്കിലേക്ക് പോകാൻ പാടില്ല. ഇത്രയുള്ള വിഷയം. ഈ വിഷയം ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോവുക. ഇതല്ല ഇസ്ലാമിന്റെ ലോകത്ത് ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അവരെ പേരിൽ തന്നെ അവരുടെ ആദർശം വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ഒന്നെന്താ? സലഫി പള്ളി, സലഫി മദ്രസ, സലഫി മസ്ജിദ്. ഇങ്ങനെ നമ്മൾ പറയാ. എന്താ സലഫി എന്ന് പറഞ്ഞാൽ? ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന്റെ കൺഫ്യൂഷൻ. അപ്പൊ അതൊക്കെ കേട്ടാലും ചില ആൾക്കാർ പറയും, ഒരു പ്രസംഗം കേട്ടാൽ അതാ ശരി തോന്നും, വേറെ പ്രസംഗം കേട്ടാൽ അതാ ശരി തോന്നും. ഏതാ ശരി? ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് പിടുത്തം കിട്ടുന്നില്ല. ഒരു ബേജാറും വേണ്ട. നമുക്ക് ഒരാശയക്കുഴപ്പമുണ്ടായ ഞങ്ങൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചാൽ. എന്താ സ്കെയിൽ അറിയോ? ഈ ആയത്തിന് മുൻഗാമികൾ ആരെങ്കിലും ഈ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? അള്ളാന്റെ റസൂലോ സഹാബത്തോ പറഞ്ഞിട്ടുണ്ടോ? അവരങ്ങനെ അംഗീകരിച്ചിക്കണോ? ഇത് നോക്കിയാൽ മതി. ഇതിനാണ് മാനദണ്ഡം എന്ന് പറയാം. മുൻഗാമികളുടെ മാർഗം എന്നതിനാ പറയാം. മുൻഗാമികൾ എന്നുള്ളത് എന്താ അറബി പറയാ? സലഫുകൾ എന്നാ പറയാം. മാർഗം എന്നുള്ളത് എന്താ പറയാ? മൻഹജ് എന്നാ പറയാം. മുൻഗാമികളുടെ സലഫുകളുടെ മൻഹജ് അത് പ്രമാണമല്ല. പ്രമാണം ഖുർആനും സുന്നത്തുവാ. അത് സ്വീകരിക്കാനുള്ള മാർഗമാണത്. ആ മാർഗം സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് അത് നമുക്ക് തെറ്റ്, ആശയക്കുഴപ്പത്തിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു വിഷയമാണെന്ന് സുഹൃത്ത്. അതുകൊണ്ടാണ് നമ്മൾ സലഫികൾ എന്നറിയപ്പെടുന്നത്. ഒരു തെറ്റ് കണ്ടാൽ ശക്തമായി നമ്മൾ എന്ത് ചെയ്യും? അതിനെ വിമർശിക്കും. അതുകൊണ്ടാണ് നമ്മൾ ജിഹാദിന്റെ ആളുകൾ, മുജാഹിദുകൾ എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ഇതിലേക്ക് ബിദ്അത്തുകൾ കടത്തിക്കൂട്ടിയത് ഒഴിവാക്കി സുന്നത്തിനെ സ്ഥാപിക്കും. അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്നതിന് പേര് വരാൻ കാരണം. അതുപോലെ ഖുർആനിനും സുന്നത്തിനെയും മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ദഅവത്ത് നടത്തുക. അതിലുള്ളത് മുഴുവൻ നമ്മൾ വിശ്വസിക്കും, പ്രമാണത്തിലുള്ളത് സ്വീകരിക്കും. പ്രമാണത്തിന് എന്താ ഖുർആൻ ഉപയോഗിച്ച വാക്ക്? അൽ ഹിക്മ എന്നാണ്. ഹിക്മ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും എന്നാണ്. ഹിക്മത്തോടുകൂടി ഖുർആൻ, നിങ്ങൾ അള്ളാന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണം. എന്താണ് ഹിക്മത്ത്? തന്ത്രമല്ല, കുതന്ത്രമല്ല. ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് ക്ഷണിക്കണം എന്നാണ് ഹിക്മത്ത് എന്നുള്ളതിന് എന്താ അർത്ഥം? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, അറിവ്, ന്യായം, യുക്തി, ഇതൊക്കെയാണ് അതിന്റെ മലയാള അർത്ഥം. ഇനി ഇംഗ്ലീഷ് എന്താ? വിസ്ഡം എന്നാണ് അതിന്റെ അർത്ഥം. വിസ്ഡം. അതാണ് ഈ സംഘടനയ്ക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പേരിടാനുള്ള കാരണം. കഴിഞ്ഞ ദിവസം ജാമിയയിൽ വന്നിരുന്നു സൗദി അറേബ്യയുടെ അണ്ടർ സെക്രട്ടറി. ബഹുമാന്യ അദ്ദേഹം പറഞ്ഞത് എന്താ? നിങ്ങളുടെ പേര് പ്രമാണത്തിലുള്ള പേരാണ്, കാഴ്ചപ്പാടുള്ള പേരാണ്, ഇസ്ലാമിന്റെ അഖീദയുമായി ചേർന്ന് നിൽക്കുന്ന പേരാണ്. അദ്ദേഹം പറയാൻ കാരണം എന്താ? അപ്പോൾ സലഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും, ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാലും, അതിന്റെ അറബിയായ ജംഇയ്യത്തുൽ ഹിക്മ എന്ന് പറഞ്ഞാലും ഒരേ ആശയധാരകളാണ്, ഒരേ തത്വശാസ്ത്രങ്ങളാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നാണ്. സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കും എനിക്ക് പറയാനുള്ളത്, ഇതിനെ വിമർശിക്കുന്ന പല ആളുകളുണ്ട്. അവരോട് നമുക്ക് ആരോടൊരു ദേഷ്യമല്ല. നിങ്ങൾ ഇതിന്റെ പ്രഭാഷണങ്ങൾ മുഴുവൻ കേൾക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് അടിച്ചു നോക്കിയിട്ട് അതൊന്ന് വിശദമായിട്ട് കേൾക്കുക. എന്നിട്ട് എന്തെങ്കിലും ഖുർആനും ഹദീസിനും എതിരായി അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പറയാത്ത എന്തെങ്കിലും കാര്യം ഈ ഒരു വേദിയിൽ നിന്ന്, ഈ സംഘടനയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു ചെറിയ കുട്ടി ചൂണ്ടിക്കാണിച്ചാലും തിരുത്തും സുഹൃത്തുക്കളെ. യാതൊരു തർക്കം ആ കാര്യത്തിൽ വേണ്ട. അത്രയും സുതാര്യമായി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ചേർന്ന് നിൽക്കണം എന്ന് എനിക്ക് പറയുന്നത്. ഇത് സംഘടന കാളുണ്ടാക്കാനല്ല.
ഇത് നാളെ മറ്റന്നാൾ അവിടെ കൊടിയത്തൂർ വന്ന് മത്സരിച്ച് ഒരു മെമ്പർ ആകാനുള്ള പരിപാടി അല്ല, മറിച്ച് ഈ ദീൻ ഇവിടെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ. ഇത് പ്രബോധനം ചെയ്യുന്നത് നാളെ പരലോകത്ത് നമ്മൾ വിരല് കടിക്കും. പരലോകത്ത് വിരല് കടിക്കുന്നു മാത്രമല്ല, അവനാന്റെ കുടുംബമാകെ കുളം തോണ്ടും. ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളെ കുട്ടികളെ നമ്മൾ വരച്ചോടത്ത് കിട്ടൂല, നമ്മളെ ഭാര്യനെ കിട്ടൂല, ഭർത്താവിനെ കിട്ടൂല. ആ രൂപത്തിലാണ് കാലം മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒന്നിനും ഇല്ല എന്നും പറഞ്ഞു ഖുർആൻ ക്ലാസ്സിനും പോകില്ല, പരിപാടിക്കും പോകില്ല, ഒന്നിനും പോകില്ല. പെരയിലിരുന്നാലേ ഈ സിനിമയും ടിവിയും ഈ യൂട്യൂബിൽ വരുന്ന സാധനങ്ങളും കണ്ടുപോയാൽ മനുഷ്യന്റെ മനസ്സ് മരവിച്ചു പോകും, കല്ലായി പോകും. അവസാനം കള്ളിനും കഞ്ചാവിനും അടിമപ്പെടുന്ന അവസ്ഥയെങ്കിലും മക്കൾക്ക് ഉണ്ടാകുക. അതുകൊണ്ട് നേരെ ഇറങ്ങി തിരിച്ചോളി. കൊടിയത്തൂരുള്ള എന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു നിമിഷം പോലും സുഹൃത്തുക്കൾ നിങ്ങൾ വെറുതെ നിൽക്കരുത്. നിങ്ങൾക്കറിയോ, സജീവമായി മുന്നോട്ട് പോകണം. എവിടെയൊക്കെ പ്രബോധന പ്രവർത്തനം നടത്താൻ പറ്റുമോ നടത്തണം, ലഘുലേഖകൾ കൊടുക്കണം. ഒരാരെന്ത് വിമർശനങ്ങൾ ഉന്നയിച്ചാലും ആ വിമർശനത്തെ അല്ലാഹുവിലേക്ക് വിട്ടുകൊണ്ട് ഈ വഴിത്താരയിലൂടെ മുന്നോട്ട് പോകണം. നിങ്ങൾക്കറിയാം, ഇതിനെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്നെന്താ അറിയോ, വായിക്കാനുള്ള സാധനമാണ് നേർപ്പത് എന്ന് പറയുന്നതിന്റെ വാരിക. ഈ വിഷയങ്ങളൊക്കെ അതിൽ അച്ചടിച്ച് വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ പ്രചാരണ കാലം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ചേരാത്തവരുണ്ടെങ്കിൽ അതിന്റെ ആപ്പ് ഓൺ ചെയ്ത് അവർ ചേരണം സുഹൃത്തുക്കളെ. എന്നാൽ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ 24 മണിക്കൂറും കേൾക്കാവുന്ന, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്ന സംവിധാനമാണ്. എല്ലാ ഇസ്ലാമിന്റെ ഉസൂലുകളും അതിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളെ മക്കളെ ധാർമ്മികമായി പഠിപ്പിക്കണമെന്നുണ്ടോ? അതിന് മറ്റൊരു നാട്ടിലും ഇല്ലാത്ത സൗഭാഗ്യം നിങ്ങൾക്കുണ്ട്. എന്താ അറിയോ, ഒരു വിളിപ്പാടകലയാണ് ഗ്രീൻ വാലി എന്ന് പറയുന്ന ഈ കൂട്ടായ്മ നടത്തുന്ന പബ്ലിക് സ്കൂൾ. ചെറിയ കുട്ടികൾ മുതൽ LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള CBSE സിലബസ് അനുസരിച്ച് കൊണ്ടുള്ള സ്ഥാപനമാണ്, ഉന്നതമായ സ്ഥാപനമാണ് അത് സുഹൃത്തുക്കളെ. ഇപ്പൊ എന്താ കോളേജിന്റെ അവസ്ഥ, എന്താ സ്കൂളിന്റെ അവസ്ഥ? ഈ കഴിഞ്ഞ ദിവസത്തിൽ ഒരു കുട്ടി പ്രിൻസിപ്പാളോട് വർത്തമാനം പറയുന്നത് നിങ്ങൾ കണ്ട്. ഇപ്പൊ കുട്ടികൾ വളരുന്ന രൂപമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ മതപരമായ ബോധവും തർബീയത്തും, ആരാണ് ഉപ്പ, ആരാണ് ഉമ്മ, ആരാണ് സമൂഹം, എന്താണ് എനിക്കുള്ള കടമകൾ, കടപ്പാടുകൾ, മുട്ടിച്ചുരുട്ടി ആകാശത്തിലേക്ക് മുട്ടിച്ചുരുട്ടി അവകാശങ്ങളെ കുറിച്ച് പറയുന്ന കുട്ടി മാത്രമല്ല, സ്വന്തം കടമകളെ കുറിച്ച് കൂടി ബോധമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു വെളിപ്പാടകരെ ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കളെ അല്പം ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിന്റെ വണ്ടി വാഹനത്തിലൊക്കെ വരുന്നുണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ അവിടേക്ക് എത്തിക്കണം, അവിടെ ചേർക്കണം. അടുത്ത ജൂൺ മാസത്തിൽ നിങ്ങൾ തയ്യാറാകണം. ഇനി അവിടെ താമസിച്ച് പഠിപ്പിക്കണോ? അതിന് ഗ്രീൻ ഹോം എന്ന് പറഞ്ഞ സംവിധാനം അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളെ കൺമുമ്പിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എങ്കിലേ നമ്മുടെ കുട്ടികൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വരികയുള്ളൂ. മാത്രമല്ല, ഇൻഷാ അല്ലാഹ് മെയ് മാസം 11-ാം തീയതി നിങ്ങൾ ഓർത്തു വെക്കുക, അന്ന് കല്യാണം ഉണ്ടാകരുത്, അന്ന് സൽക്കാരം ഉണ്ടാകരുത്, അന്ന് ഈ കൊടിയത്തൂരിലും പരിസരത്തും മറ്റൊരു എൻഗേജ്മെന്റും ഉണ്ടാകരുത്. നമ്മുടെ മക്കൾ ഹൈസ്കൂൾ മുതൽ ഡിഗ്രിക്ക് വരെ പഠിക്കുന്ന കുട്ടികൾ പെരിന്തൽമണ്ണയിലെത്തണം. അവിടെ ആൾക്കൂട്ടം ഉണ്ടാകാനല്ല. നമ്മളെ കുട്ടികൾ വന്നില്ലെങ്കിലും അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അവിടെ കുട്ടികൾ ഇഷ്ടം പോലെ അവിടെ ഉണ്ടാവും. നിയന്ത്രിക്കാനേ കുഴപ്പമുണ്ടാവുള്ളൂ. നമ്മളെ കുട്ടിക്ക് ദീന് പഠിക്കണമെങ്കിൽ, ഈ പുരോഗമനത്തിന്റെ മേച്ചിൽ പുറമങ്ങളിലൂടെ കടന്നുപോയി അവൻ കൊക്കയിലേക്ക് ആപതിക്കാതിരിക്കണമെങ്കിൽ, എന്താണ് ദീനെന്ന് മനസ്സിലാക്കണമെങ്കിൽ, എന്താണ് പുതിയ കാലമെന്ന് അവന് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളെ കുട്ടിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അത് വിസ്ഡം സ്റ്റുഡൻസ് നടത്തുന്ന ഐതിഹാസികമായ സംസ്ഥാന സമ്മേളനമാണ് സുഹൃത്തുക്കളെ. ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന വളരെ കാലികമായ ഒരു പ്രമേയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ മുന്നോടിയായി നടക്കുന്ന ക്യാമ്പസ് കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 23-ാം തീയതി കോഴിക്കോട് വെച്ചുകൊണ്ട് ക്യാമ്പസ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇതുപോടൊപ്പം തന്നെ ഇതിന്റെ തൊട്ടടുത്ത സ്ഥലങ്ങൾ, സൗത്ത് കൊടിയത്തൂർ, ചാത്തപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് എല്ലാ ചൊവ്വാഴ്ചയും 4:30 മണിക്ക് അവിടെ QHLS ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്കൂൾ നേരത്തെ പറഞ്ഞ സ്ഥാപനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും മഗ്‌രിബിന് ശേഷം ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ കക്കാട് വെച്ച് മഗ്‌രിബിന് ശേഷം ക്ലാസ് നടക്കുന്നുണ്ട്. മാവൂരിൽ അൽ ഹിക്മ സെന്ററിൽ എല്ലാ ബുധനാഴ്ചയും മഗ്‌രിബിന് ശേഷം ക്ലാസ് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു പുതിയ സംരംഭം കൂടി തുടങ്ങാനിരിക്കുകയാണ്. അത്തദാറുക്ക് എന്ന് പറയുന്ന നമ്മുടെ ജാമിഅ അൽ ഹിന്ദിന്റെ കീഴിൽ ബഹുജനങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ദീനിന്റെ ഉസൂലുകൾ പഠിച്ചെടുക്കാനുള്ള ഒരു കോഴ്സ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ആഴ്ചകളിലും ചെറുവാടിയിലെ വിസ്ഡം സെന്ററിൽ അടുത്ത മാസം മുതൽ ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള സാധാരണക്കാർ അതിന്റെ
മോഡൽ പരീക്ഷ വരുന്നുണ്ട്. അത് ഞായറാഴ്ചയാണ്. അത് ഓൺലൈനിൽ അത് അറ്റൻഡ് ചെയ്യുക. അതിൽ ക്വാളിഫൈഡ് ആകുന്ന ആളുകൾക്ക് ആ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ കഴിയും. അങ്ങനെ ഇവിടെയുള്ള ഈ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. എന്തിനു വേണ്ടി? നമ്മുടെ മക്കൾക്ക് വേണ്ടി. എന്തിനു വേണ്ടി? നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി. നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി. നമ്മുടെ കുട്ടികൾ ലഹരിക്ക് അടിമയാകാതിരിക്കാൻ വേണ്ടി. നമ്മുടെ മക്കൾ ഗെയിമിന് അടിമയാകാതിരിക്കാൻ വേണ്ടി. നമ്മുടെ കുട്ടികൾ പേരക്കത്തിയുമായി സ്വന്തം മാതാവിന്റെ നെഞ്ചത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി, നമുക്ക് വേണ്ടി, അതിനു വേണ്ടിയുള്ള സംവിധാനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്വാദിഖീൻ, സത്യവാന്മാരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണം. അതേ സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തിൽ അതും ഇതും പറഞ്ഞ് ഞാൻ അവിടെല്ല ഇവിടെല്ല എന്ന് പറഞ്ഞു നിൽക്കല്ല. ഈ സംവിധാനത്തോടൊപ്പം ചേർന്ന് നമ്മൾ മരണപ്പെട്ട് ഈ മണ്ണിലേക്ക് നമ്മുടെ തല വെക്കുന്നതുവരെ ഈ ദീനീ രംഗത്ത് സജീവമായി പ്രവർത്തിക്കണം സുഹൃത്തുക്കളെ. മരിച്ചു പോകുമ്പോൾ സമാധാനത്തോടു കൂടി നമുക്ക് പോകണം. ഓർമ്മയില്ല. അള്ളാഹു അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇത്രയും സമയം ഇത്രയും ആളുകൾ വളരെ ക്ഷമയോടുകൂടി ഇവിടെ കേട്ടിരുന്നു. അള്ളാഹു ഇത് ഒരു സ്വാലിഹായ അമലായി പരിഗണിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കല്യാണം കഴിച്ചിട്ട് ഇതുവരെയും സന്താന സൗഭാഗ്യമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ട് ഇപ്പോഴും നാട്ടിൽ വന്ന് ഒരു ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്ന യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ ഒരു മഴീശത്തിനുള്ളൊരു വഴി അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് ഞെരുങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. കടം കൊണ്ട് വലയുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസം അള്ളാഹു നൽകുമാറാകട്ടെ. പല കുടുംബങ്ങളിലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയുണ്ട്. കുടുംബ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അള്ളാഹു അവർക്ക് നീക്കി കൊടുക്കുമാറാകട്ടെ. പഠനരംഗത്ത് നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനീകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന അറാമാ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين يا أرحم الراحمين.